മന്ത്രവാദത്തെയും തന്ത്രത്തെയുമെല്ലാം പ്രമേയമാക്കി കേരളത്തിലിറങ്ങിയ ശ്രീകൃഷ്ണപരുന്ത് എന്ന സിനിമ ഒരുപക്ഷെ ഇതുവരെ ഈ ഒരു ജോൺറയിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളിലേക്ക് വെച്ച് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. പുറമേ നമ്മൾ കാണുന്നതിനെക്കാട്ടിയും ഈ സിനിമയിൽ പല കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തിനേറെ പറയുന്നു, ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ കുമാരൻ തൊടുന്ന കുറിക്കൂട്ടുകളിൽ വരെ പല കാര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ശ്രീ മോഹൻലാൽ അവതരിപ്പിക്കുന്ന പ്രധാന കഥാപാത്രമായിട്ടുള്ള കുമാരൻ തമ്പി ഒരു മാന്ത്രികൻ എന്നതിലുപരി ഒരു മനുഷ്യൻ എന്താകാൻ പാടില്ല, ഓരോ വിഷയങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നുള്ളതെല്ലാം മനസ്സിലാക്കുവാനായി പഠിക്കേണ്ട ഒരു വിഷയമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. അധികം വൈകിപ്പിക്കാതെ നമുക്ക് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ശ്രീകൃഷ്ണപരുന്തിൻ്റെ ലോകത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ഈ സിനിമയുടെ ഒരു പശ്ചാത്തലമെന്ന് പറയുമ്പോൾ തന്നെ രണ്ട് തറവാടുകൾ തമ്മിലുള്ള മത്സരമാണ്. പുത്തൂരും അതുപോലെ ചൂരക്കാടും. ഈ രണ്ട് തറവാടുകൾക്കിടയിൽ മത്സരിക്കുമ്പോഴും രംഗപ്രവേശനം നടത്തുവാൻ കാത്തിരിക്കുന്ന മറ്റൊരു തറവാടിൻ്റെ അവസാനത്തെ കണ്ണിയും ഈ സിനിമയിലുണ്ട്. ആദ്യം തന്നെ ഈ ഒരു പുത്തൂർ തറവാടിനെ കുറിച്ച് ഒന്ന് പറയണം. പുത്തൂർ തറവാടിൽ ഓരോ തലമുറയിലും ഓരോ മാന്ത്രികനുണ്ടാവും. നമ്മൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് പപ്പു എന്ന് പറയുന്ന ഒരു മാന്ത്രികനാണ്, പപ്പുത്തമ്പി. കാലങ്ങൾക്ക് മുൻപ് മങ്കുത്തമ്പ്രാട്ടിയിലൂടെ മന്ത്രസിദ്ധി ലഭിച്ച പുത്തൂർ കുടുംബത്തിൽ ഓരോ തലമുറയിലും ഓരോ മാന്ത്രികനുണ്ടാവും. ഈ മാന്ത്രികൻ എന്ന് പറയുമ്പോൾ ജ്ഞാനദൃഷ്ടിയും അതുപോലെ ഏതൊരു കൊടിയ വിഷബാധ ഒഴിപ്പിക്കാനായിട്ടുള്ള മന്ത്രസിദ്ധിയുള്ള ആളുമായിരിക്കുമെന്നാണ് പറയുന്നത്. നിലവറയിൽ വെച്ചാരാധനയെല്ലാമുള്ള പുത്തൂർ തറവാടിൻ്റെ കുലദേവത ഗരുഡദേവനാണ്. ഗരുഡദേവനെ ഉപാസിച്ച് ഗരുഡസേവ ചെയ്യുന്ന മാന്ത്രികൻ പാലിക്കേണ്ട ഏറ്റവും വലിയൊരു നിയമമുണ്ട്. ജീവിതവ്രതം പോലെ അനുഷ്ഠിക്കേണ്ട ഒരു നിയമം. ബ്രഹ്മചാരിയായിരിക്കണം. ബ്രഹ്മചര്യം എപ്പോഴെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ അവൻ മാന്ത്രികനാകാനുള്ള അർഹത നഷ്ടപ്പെട്ടു എന്നർത്ഥം. അവൻ്റെ മന്ത്രസിദ്ധിയും നഷ്ടപ്പെടും. അതുകൊണ്ട് അടുത്ത ആൾക്ക് ഉപദേശം കൊടുത്ത് മാന്ത്രിക പട്ടം വേണ്ടാന്ന് വയ്ക്കണം. അങ്ങനെ കുറച്ച് നിയമങ്ങളെല്ലാം പാലിച്ചു വരുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തറവാടായിരുന്നു പുത്തൂർ. അങ്ങനെ ഇരിക്കെ പുത്തൂർ തറവാടിലെ മാന്ത്രികനായിട്ടുള്ള പപ്പുത്തമ്പി തിരിച്ചറിയുകയാണ് തൻ്റെ മരണമാസന്നമായി എന്ന്. മാന്ത്രികനായതുകൊണ്ടും ജ്ഞാനദൃഷ്ടി ഉണ്ടായിരുന്നതുകൊണ്ടുമെല്ലാം അദ്ദേഹത്തിൻ്റെ, അതായത് ഈ മാന്ത്രികൻ്റെ മരണം മാന്ത്രികന് മുൻകൂട്ടി കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ മരണമാസന്നമായി എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ മാന്ത്രികൻ ആ തീരുമാനമെടുക്കുകയാണ്. തൻ്റെ അനന്തരാവകാശിയായി അടുത്ത മാന്ത്രികനായി അദ്ദേഹം മന്ത്രോപദേശം കൊടുക്കാൻ പോകുന്നത് കുടുംബത്തിലെ അടുത്ത തലമുറയിലുള്ള കുമാരൻ തമ്പിക്കാണ്. ഇത് കേട്ട കുമാരൻ തമ്പിയുടെ അമ്മ വരെ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം ലാലേട്ടൻ്റെ കഥാപാത്രമായിട്ടുള്ള കുമാരൻ തമ്പിക്ക് അത്ര നല്ല പേരല്ല ഇവിടെ ഉള്ളത്. കാരണം ഇല്ലാത്ത ദുശീലങ്ങളൊന്നും തന്നെ കുമാരൻ തമ്പിക്കില്ല. ആ സ്ഥലത്ത് അറിയപ്പെടുന്ന ഒരു സ്ത്രീലമ്പടനായിരുന്നു ആ സമയത്ത് കുമാരൻ തമ്പി. അനേകം സ്ത്രീകളുമായി ശാരീരിക ബന്ധം കുമാരൻ തമ്പിക്കുണ്ടായിരുന്നു. എന്നാൽ പപ്പുത്തമ്പിക്ക് നല്ല വിശ്വാസമായിരുന്നു. പപ്പുത്തമ്പി തൻ്റെ ഉടപ്പിറന്നവൾക്ക് ഉറപ്പും കൊടുക്കുന്നുണ്ട്, അവൻ നല്ല മാന്ത്രികനാവും, അവൻ്റെ ദുശീലങ്ങളെല്ലാം നീങ്ങുമെന്ന്. അങ്ങനെ പതിവ് പോലെ തൻ്റെ സർക്കീറ്റെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന കുമാരൻ തമ്പിയെ അന്നവിടെ കാത്തിരുന്നത് കുമാരൻ തമ്പിയുടെ അമ്മയല്ലായിരുന്നു, അമ്മാവനായ പപ്പുത്തമ്പിയായിരുന്നു. പപ്പുത്തമ്പി തൻ്റെ ശക്തമായ സ്വരത്തിൽ കുമാരനോട് പറഞ്ഞു, കുമാര, കുളത്തിൽ പോയി 101 തവണ മുങ്ങിക്കുളിച്ചിട്ട് നിലവറയിലേക്ക് വരൂ, ഞാൻ നിനക്ക് മന്ത്രോപദേശം തരാൻ പോവുകയാണ്. ആ ഒരു വാക്ക്, ആ ഒരു വാചകം കുമാരൻ്റെ നെഞ്ചിലേക്ക് ഇടുത്തി പോലെയാണ് വീണത്. കാരണം ബ്രഹ്മചര്യം ജീവിതവ്രതമായിരിക്കണമല്ലോ, തന്നെ കൊണ്ട് കഴിയുമോ? കുമാരൻ മുങ്ങിക്കുളിച്ച് അനുസരണയോടുകൂടി തൻ്റെ അമ്മാവിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഈ സമയത്തെല്ലാം ലാലേട്ടൻ്റെ അഭിനയം അതിഗംഭീരമായിരുന്നു. മുഖത്ത് മാറി മറയുന്ന ആ ഒരു വികാരങ്ങളെല്ലാം വ്യക്തമായി കാണാനും കഴിയുന്നുണ്ടായിരുന്നു. അങ്ങനെ പപ്പുത്തമ്പി ഗരുഡ സേവയ്ക്കായി ഗരുഡ പഞ്ചാക്ഷരിയാണ് ആദ്യം ഉപദേശിച്ചു കൊടുക്കുന്നത്. കുമാരൻ അത് നല്ലതുപോലെ ചൊല്ലുന്നുമുണ്ട്. മന്ത്രോപദേശം നൽകിയതിനു ശേഷം പപ്പുത്തമ്പി കുമാരനോട് ചില നിയമങ്ങളും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുമെല്ലാം പറയുന്നുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് നോക്കാം. എന്നിട്ട് കുമാരൻ്റെ കഴുത്തിലേക്ക് പുത്തൂരിലെ മാന്ത്രികൻ അണിയേണ്ട മാലയും രക്ഷയുമെല്ലാം ഇട്ടുകൊടുക്കുകയാണ്. ഇതോടുകൂടി കുമാരൻ പുത്തൂരിലെ മാന്ത്രികനാകുന്നതിൻ്റെ ആദ്യത്തെ പടി കയറി എന്ന് പറയാം. കുമാരൻ മുടങ്ങാതെ തൻ്റെ മന്ത്രജപങ്ങളും കാര്യങ്ങളിലും ശ്രദ്ധ കൊടുത്തുകൊണ്ടിരുന്നു. എല്ലാവർക്കും അതൊരു അത്ഭുതമായി. കുമാരൻ അത്രയും കാലവും ചിന്നിച്ചിതറി കിടന്നിരുന്ന കുമാരൻ്റെ ഫോക്കസ് ഇപ്പോൾ ക്ലിയറായി ഫോക്കസ് ചെയ്യാനായിട്ട് ഒരു സംഭവം, ഒരു കാര്യം, ഒരു പോയിന്റ് കുമാരന് കിട്ടി. അതായിരുന്നു ഉപാസനയും മന്ത്രജപവും. അങ്ങനെ ആ നാൾ വന്നെത്തി. പുത്തൂരിലെ മാന്ത്രികനായിരുന്ന പപ്പുത്തമ്പി ഭൂമിയിൽ നിന്ന് വിടവാങ്ങുന്ന ദിവസം. തൻ്റെ മരണമാസന്നമായി എന്ന് മനസ്സിലാക്കിയ പപ്പുത്തമ്പി അനന്തരവനായ കുമാരനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഇനി ഗരുഡധ്യാനം ചെയ്തുകൊണ്ടിരുന്നു, വേറൊന്നും നീ ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞ പപ്പുത്തമ്പി അവസാന തുള്ളി വെള്ളവും കുടിച്ചിട്ട് മരണപ്പെടുകയാണ്. അങ്ങനെ പപ്പുത്തമ്പി മരിച്ചതിന് ശേഷം കുമാരൻ തമ്പി തൻ്റെ അമ്മാവൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനൊരുങ്ങി. കുമാരന് മന്ത്രോപദേശം നൽകിയ സമയത്ത് പപ്പുത്തമ്പി കുറച്ച് കാര്യങ്ങൾ കുമാരനോട് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്.
കുമാരൻ്റെ അമ്മാവനായ പപ്പു അമ്മാവൻ മരണപ്പെട്ട എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ മന്ത്രവാദ ഗ്രന്ഥങ്ങളെല്ലാം വെച്ചേക്കുന്ന തറവാട്ടിലേക്ക് പോകണമെന്നും അവിടെ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുമെല്ലാം കുമാരനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ചെയ്യാനായി കുമാരൻ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. പുത്തൂർ തറവാടിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ കുമാരൻ്റെ അമ്മ കുമാരനോട് പറയുന്നുണ്ട്, തറവാട്ടിൽ അതായത് കൊട്ടാരത്തിൽ കയറുന്നതിന് മുൻപേ കുടുംബയക്ഷിയെയും പ്രാർത്ഥിക്കണം, ആ ഗ്രന്ഥങ്ങളെല്ലാം സംരക്ഷിക്കുന്നത് കുടുംബയക്ഷിയാണെന്നും പറഞ്ഞു. അങ്ങനെ കുമാരൻ തൻ്റെ അമ്മാവൻ പറഞ്ഞതുപോലെ കൊട്ടാരത്തിലെത്തുന്നു. കൊട്ടാരത്തിൽ കയറിയതിന് ശേഷം അവിടെ വെച്ചിരിക്കുന്ന ഉടവാളെടുത്ത് പൂജിച്ച് പ്രാർത്ഥിച്ചു. അതിനു മുമ്പ് കുടുംബയക്ഷിയെ പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ പൂർവികരെയും ഉപാസനാ ദേവതകളെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദ ഗ്രന്ഥങ്ങളെല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങിയപ്പോൾ കുമാരൻ്റെ ചെവിയിൽ തൻ്റെ അമ്മാവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഴങ്ങിക്കൊണ്ടിരുന്നു. അതുമാത്രമല്ല, മരണപ്പെട്ടതിന് ശേഷവും ഗുരുനാഥൻ്റെ സ്ഥാനമുള്ള അമ്മാവൻ കുമാരന് ഉപദേശങ്ങൾ നൽകിക്കൊണ്ടുമിരുന്നു. കുമാരനോട് ആദ്യം പറഞ്ഞ നിയമങ്ങളിലുള്ള മറ്റൊരു നിയമമാണ്, മന്ത്രവാദ ഗ്രന്ഥങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോകണം, പഠിച്ചതിന് ശേഷം കൊണ്ട് തിരിച്ചു വെച്ചതിന് ശേഷം പിന്നീട് ആ ഒരറയിലേക്ക് പ്രവേശിക്കാനേ പാടില്ല. അതിനുശേഷം കുമാരൻ്റെ പിൻഗാമിക്ക് അങ്ങോട്ട് കയറാൻ പാടുള്ളൂവെന്നും വ്യക്തമായ നിയമമുണ്ട്. ഇത് ഓർത്തു വെച്ചോളണം കേട്ടോ. അങ്ങനെ കുമാരൻ ഗ്രന്ഥക്കെട്ടുകൾ എടുക്കുന്നു. അന്നാണ് കുമാരൻ ആദ്യമായിട്ട് ആ ഗ്രന്ഥങ്ങൾ കാണുന്നത്. ആ ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥം കുമാരനെടുത്ത് വായിച്ചപ്പോൾ ഗരുഡ സേവയും അതിനു വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും പ്രയോഗങ്ങളും, അടുത്തത് ഹനുമാൻ മന്ത്രങ്ങളും പ്രയോഗങ്ങളും, പിന്നെ ഉണ്ടായിരുന്ന ഗ്രന്ഥക്കെട്ട് കുമാരനെടുത്ത് വായിച്ചത് ദുർമന്ത്രവാദത്തെക്കുറിച്ചാണ്, അത് പ്രയോഗിക്കാൻ പാടില്ല എന്ന് വ്യക്തമായും പറയുന്നുണ്ട്. ഈ സമയത്ത് അവിടെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. നേരമിരട്ടി, ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല എന്ന് മനസ്സിലാക്കിയ കുമാരൻ കുടുംബയക്ഷിയെയും ദേവതകളെല്ലാം ധ്യാനിച്ചുകൊണ്ട് അവിടെ നിന്ന് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു യക്ഷി കുമാരൻ്റെ മുന്നിലേക്ക് വരുന്നു. ആ യക്ഷിയുടെ മുഖം കുമാരന് നല്ല വ്യക്തമായിട്ടറിയാം. തൻ്റെ കുടുംബത്തിൽ ജോലിക്ക് നിന്നിരുന്ന 2 സ്ത്രീകളുണ്ടായിരുന്നു, നാണിക്കുട്ടിയും നാണിക്കുട്ടിയുടെ സഹോദരിയായിട്ടുള്ള ലക്ഷ്മിക്കുട്ടി. ഈ നാണിക്കുട്ടിയും ലക്ഷ്മിക്കുട്ടിയുമായി കുമാരന് രഹസ്യബന്ധമുണ്ടായി. അങ്ങനെ ഇരിക്കെ കുമാരന് ഈ മന്ത്രോപദേശമൊക്കെ കിട്ടുന്നതിന് ഒരുപാട് മുൻപ് ഈ ലക്ഷ്മിക്കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് അവിടെ ഇവരുടെ നിലവറ സംരക്ഷിക്കുന്ന 5 തല നാഗം ലക്ഷ്മിക്കുട്ടിയുടെ കാലിൽ ദംശിച്ചതിനെ തുടർന്നാണ് ലക്ഷ്മിക്കുട്ടി മരണമടഞ്ഞത്. അപ്പോൾ കുമാരൻ കാരണമാണ് ലക്ഷ്മിക്കുട്ടി മരണപ്പെട്ടതിന് ശേഷം ലക്ഷ്മിക്കുട്ടി ഒരു യക്ഷിയായി കുമാരൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഒരു കാര്യം പറയട്ടെ, നമ്മളൊരു മന്ത്രവാദം, തന്ത്രം ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയും. അത് ഈ സിനിമയുടെ എക്സ്പ്ലനേഷന് വേണ്ടി മാത്രമാണെന്ന് എടുത്തു പറയുന്നു. അങ്ങനെ ലക്ഷ്മിക്കുട്ടി കുമാരൻ്റെ മുന്നിൽ വന്നു. മരണപ്പെട്ടതിന് ശേഷവും ലക്ഷ്മിക്കുട്ടിക്ക് കുമാരനോട് ഒടുങ്ങാത്ത സ്നേഹമാണ്. കുമാരനെയും കൊണ്ട് പാലമരത്തിലേക്ക് പോകണമെന്നാണ് ലക്ഷ്മിക്കുട്ടി പറഞ്ഞത്. എന്നാൽ ഈ സമയം കുമാരൻ തൻ്റെ മനസ്സിൽ ഗരുഡദേവനെ ഉറച്ച വിശ്വാസത്തോടു കൂടി ധ്യാനിച്ചു. ആ സമയം എങ്ങു നിന്നോ പാഞ്ഞെത്തിയ ഒരു കൃഷ്ണപ്പരുന്ത് ഈ യക്ഷിയെ ആക്രമിക്കുകയുണ്ടായി. അവിടെ വെച്ച് കുമാരൻ ഈ യക്ഷിയോട് പറഞ്ഞു, ഇനി നീ ഒരിക്കലും എന്നെ പിന്തുടർന്ന് വരരുത് എന്ന്. അങ്ങനെ ലക്ഷ്മിക്കുട്ടി കുമാരന് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, കുമാരേട്ടൻ്റെ ബ്രഹ്മചര്യം നശിക്കുന്നത് വരെ കുമാരേട്ടൻ്റെ അടുത്ത് പോലും ഞാൻ വരത്തില്ല എന്ന്. എന്നിട്ട് തിരിച്ചു കയറിപ്പോയി. ഈ ബ്രഹ്മചര്യം അതിനെക്കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം കുമാരന് മറ്റുള്ളവർക്ക് മന്ത്രസിദ്ധി ലഭിക്കുന്നതിനെക്കാട്ടിയും പെട്ടെന്ന് മന്ത്രസിദ്ധി ലഭിക്കുന്നുണ്ട്. കുമാരൻ തൻ്റെ പുരശ്ചരണങ്ങൾ, ഓരോ മന്ത്രങ്ങളുടെയും പുരശ്ചരണങ്ങൾ പെട്ടെന്നാണ് ചെയ്തു പോകുന്നത്. കാരണം മന്ത്രപഠന സമയത്ത് തന്നെ കുമാരന് ജ്ഞാനദൃഷ്ടിയും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ മന്ത്രസിദ്ധിയും ലഭിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് പുത്തൂരിലെ മാന്ത്രികനായിരുന്ന പപ്പുത്തമ്പി കുമാരന് ഗരുഡസേവ മാത്രമേ ഉപദേശിച്ച് നൽകിയുള്ളൂ, പഠിപ്പിച്ചു കൊടുത്തുള്ളൂ. ബാക്കിയുള്ളതെല്ലാം കുമാരൻ സ്വയം പഠിച്ചു. അതിവേഗത്തിലായിരുന്നു കുമാരൻ തൻ്റെ മന്ത്രപുരശ്ചരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ പുരശ്ചരണം എന്ന് പറഞ്ഞല്ലോ. ഈ പുരശ്ചരണം എന്ന് പറയുന്നത് മന്ത്രം സിദ്ധിയാകാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ പുരശ്ചരണത്തിൽ വരുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ മന്ത്രജപം എന്ന് പറയുമ്പോൾ ഈ മന്ത്രം അക്ഷരലക്ഷം തവണ ജപിക്കണം. അതായത് ഒരു മന്ത്രത്തിൽ എത്ര അക്ഷരങ്ങളുണ്ടോ ആ അക്ഷരം ഇൻറ്റു ലക്ഷം. 5 അക്ഷരങ്ങളുള്ള മന്ത്രമാണെങ്കിൽ 5 ലക്ഷം തവണ ഈ മന്ത്രം ജപിക്കണം. എന്നിട്ട് 5 ലക്ഷം തവണ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം 5 ലക്ഷത്തിൻ്റെ 10% എത്രയാണോ അത്രയും തവണ ഈ മന്ത്രം കൊണ്ട് ഹോമിക്കണം. പിന്നെ തർപ്പണം ചെയ്യണം. തർപ്പണം എന്ന് പറയുമ്പോഴത്തേക്കും ജലം കൊണ്ടിങ്ങനെ തളിക്കുന്നതായിട്ട് നമ്മൾ പറയാം. പിന്നെ മാർജനം ചെയ്യണം. മാർജനം എന്ന് പറയുമ്പോൾ മുകളിലേക്ക് തളിക്കുന്നു. അത് സ്വന്തം ദേഹത്ത് തന്നെ വീഴാനായിട്ടാണ്. കാരണം ആ സമയത്ത് ദേവത നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന വിശ്വാസമാണത്. ദേവത നമ്മുടെ ഉള്ളിലെത്തിയിട്ട് നമ്മൾ മാർജനം ചെയ്യുന്നതാണത്. മാർജനം ചെയ്തതിന് ശേഷം അന്നദാനം ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മന്ത്രം സിദ്ധിയാകുമെന്ന് പറയുന്നുണ്ട്. ഇതാണ് പുരശ്ചരണം എന്ന് സിമ്പിളായിട്ട് പറയാം. എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അറിയുന്ന ആളുകൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അങ്ങനെ
ഓരോ മന്ത്രങ്ങളുടെയും പുരസ്ചരണം കുമാരൻ അതിവേഗത്തിൽ ചെയ്ത് പോകുന്നുണ്ട്. ഈ പുരസ്ചരണത്തിൽ ഹോമം ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണുന്നുണ്ട്. അങ്ങനെ ഓരോ മന്ത്രജപങ്ങളുടെയും പുരസ്ചരണം അതിവേഗം കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണപ്പരുന്ത് വന്ന് കുമാരൻ്റെ തലയിലിരിക്കുന്നത് കുമാരൻ്റെ അമ്മ കണ്ടു. അപ്പോൾ തൻ്റെ മകൻ പെട്ടെന്ന് മാന്ത്രികനായിക്കൊണ്ടിരിക്കുകയാണെന്ന് അമ്മ മനസ്സിലാക്കുന്നു. അങ്ങനെ ജ്ഞാനദൃഷ്ടി കിട്ടുന്നു. കുമാരൻ നാടറിയുന്ന മഹാമാന്ത്രികനായി മാറുകയും ചെയ്തു. എങ്ങനെ ഒരു ചിട്ടയില്ലാതെ, സ്വന്തം ജീവിതത്തെക്കുറിച്ചൊരു ലക്ഷ്യബോധമില്ലാതെ, സുഖം മാത്രം കണ്ട് ഭോഗം മാത്രം ലക്ഷ്യമാക്കി ജീവിച്ച ഒരാൾ ഇത്രയും വലിയ മാന്ത്രികനായി മാറി? കാരണം ഇങ്ങനെയാണ് പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ദേഹത്ത് നിന്ന് ഊർജം നഷ്ടപ്പെടുന്നത് 3 രീതിക്കെന്ന് പറയാറുണ്ട്. 1 ഭക്ഷണം, അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ ഊർജ്ജം നഷ്ടപ്പെടും. 2 സംസാരം, അമിതമായി സംസാരിക്കുമ്പോൾ ഊർജ്ജം നഷ്ടപ്പെടും. മഹാദേവൻ വളരെ കുറച്ച് സംസാരിക്കുന്ന ആളാണെന്ന് പറയും, ലഘു ഭക്ഷണം കഴിക്കുന്ന ആളാണെന്നൊക്കെ പറയാറുണ്ട്. 3 പറയുന്നത് കാമം. കാമത്തിലൂടെയാണ് ഏറ്റവും കൂടുതൽ എനർജി നഷ്ടപ്പെടുന്നതെന്നാണ് പറയുന്നത്. പുത്തൂരിലെ മാന്ത്രികന്മാർ ബ്രഹ്മചര്യം പാലിക്കണമെന്ന് പറഞ്ഞല്ലോ. കുമാരനാണെങ്കിൽ ഏറ്റവും വലിയ വീക്ക്നെസ് കാമമാണ്. കാമാസക്തി കുമാരൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ്. അപ്പോൾ തൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സിനെ കുമാരൻ നിയന്ത്രിച്ച് അതിനെ അടക്കി അത്രയും കാലവും പല ദിശകളിലോട്ട് ചിന്നിച്ചിതറിക്കിടന്നിരുന്ന തൻ്റെ ശ്രദ്ധയെ പൂർണ്ണമായും ഉപാസനയിലേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ ആ കാമാസക്തിയിൽ നിന്നുള്ള ആ ഊർജം മന്ത്രജപത്തിലേക്ക് മാറി കുമാരൻ മന്ത്രങ്ങളെല്ലാം പെട്ടെന്ന് സിദ്ധിയാക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ വീക്ക്നെസ്സുകൾ അത് നമ്മൾ എന്ന് നിയന്ത്രിക്കാൻ പഠിക്കുമോ അന്ന് നമ്മൾ ശക്തരായി മാറും. നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സിൽ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്. ഭയം എന്നൊരു സാധനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എങ്കിൽ ആ ഭയത്തിനപ്പുറമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ള നിങ്ങളുടെ ആസക്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എങ്കിൽ ആ ആസക്തിക്കപ്പുറമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾക്ക് സാധിക്കാൻ പറ്റുന്നത്. ഇതിനെ അടക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പിടിച്ചടക്കി ഇങ്ങനെ നിർത്തുക എന്നുള്ളതല്ല. ഈ ചിന്തകൾ വരുമ്പോൾ ആ ഒരു ചിന്തയ്ക്ക് വശമ്മതനാകുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഊർജം സൽക്കർമ്മങ്ങളിൽ നമ്മൾ പ്രയോഗിക്കാൻ പറ്റും. അതായത് നമ്മുടെ വീക്ക്നെസ്സുകളിൽ തന്നെയാണ് നമ്മുടെ ശക്തി ഒളിഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് സിമ്പിളായി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കുമാരൻ അതാണ് ചെയ്തത്. കുമാരൻ നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ ഒരുങ്ങിയ സമയത്ത് അത്രയും കാലവും ദുശീലങ്ങളിൽ ആറാടി നടന്നിരുന്ന കുമാരൻ തൻ്റെ ദുശീലങ്ങളെല്ലാം പരിത്യജിച്ച സമയത്ത് ആ ദുശീലങ്ങളിലേക്ക് തന്നെ വീണ്ടും വലിച്ചിടുവാനായിട്ട് ആളുകൾ ചുറ്റിനുമുണ്ടായിരുന്നു. മദ്യപിക്കാനും കള്ളു കുടിക്കാനും സ്ത്രീലമ്പടനായി മറ്റ് പരിപാടികളെല്ലാം ചെയ്യാനായിട്ട് കുമാരനെ വിളിക്കാൻ ആളുകൾ ചുറ്റിനുമുണ്ടായിരുന്നു. എന്നാൽ അവരിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ച കുമാരൻ തൻ്റെ ലക്ഷ്യത്തിലും തൻ്റെ കർമ്മത്തിലും മാത്രം ഉറച്ചു നിന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കുമാരൻ അതീവ ശക്തനായതും. ഈ സമയത്ത് ഈ ഒരു പുത്തൂർ തറവാടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, നേരത്തെ യക്ഷിയായ ലക്ഷ്മിക്കുട്ടിയുടെ ചേച്ചി നാണിക്കുട്ടി. ഈ നാണിക്കുട്ടിയായിട്ടും കുമാരന് ബന്ധമുണ്ടായിരുന്നു. ഈ നാണിക്കുട്ടി പലതവണ കുമാരൻ്റെ മുന്നിലേക്ക് വന്ന് കുമാരനെ വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു തവണ കുമാരൻ മനസ്സറിഞ്ഞ് ദൈവമേ എന്നെ കാത്തോളണേ എന്ന് പ്രാർത്ഥിച്ച നിമിഷം കൃഷ്ണപ്പരുന്ത് പാഞ്ഞു വന്ന് ഈ ഒരു ലക്ഷ്മിക്കുട്ടിയെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ ഉപാസനയിലും തൻ്റെ കഴിവിലും കുമാരൻ പൂർണ്ണമായും വിശ്വസിച്ച് ആ ഒരു കഴിവിൻ്റെ ശക്തിയെ തൻ്റെ ആസക്തിക്ക് മുകളിൽ കുമാരൻ കൊണ്ടുവന്നു. അങ്ങനെ കുമാരൻ പ്രശസ്തനായി. ഇവിടെ ഈ പറയുന്നൊരു കാര്യം അത് നമ്മൾ മനസ്സിലൊന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം അങ്ങോട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത് വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പുത്തൂർ തറവാടിനെ കുറിച്ച് പറഞ്ഞു. ഇനി മറ്റൊരു തറവാടാണ് ചൂരക്കാട്ടില്ലം. പുത്തൂർ മാന്ത്രികൻ എന്ന് പറയുന്നത് ഒരു പദവിയാണെങ്കിൽ ചൂരക്കാട്ട് പട്ടേരി എന്ന് പറയുന്നതും ഒരു പദവിയാണ്. അങ്ങനെ ചൂരക്കാട്ടില്ലത്തിലെ ഇപ്പോഴത്തെ പട്ടേരിയായിട്ടുള്ള ചൂരക്കാട്ട് പട്ടേരി എന്ന് പറയുന്നത് പുള്ളിക്കാരൻ ദുർദേവതകളെയൊക്കെ ആരാധിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ഈ ആഭിചാര പ്രയോഗങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ചൂരക്കാട്ടില്ലത്തെ നമ്പൂതിരി പുത്തൂർ കുടുംബം തറപറ്റിക്കാനായിട്ടുള്ള പരിപാടികൾ പൂജകളും കാര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കും. ഈ ചൂരക്കാട്ട് പട്ടേരി എന്ന് പറയുമ്പോൾ ചില്ലറക്കാരനല്ല, വളരെ ശക്തനായിട്ടുള്ള ഉപാസകനാണ്. ഇവിടെ എന്താ പറയുക, പല ദേവതകളുടെയും വടയക്ഷിണി, ധൂമാവതി, അങ്ങനെ പല ദേവതകളുടെയും ഉപാസനാ ബലമുള്ള ഒരാളാണ് ഈ ഒരു ചൂരക്കാട്ട് പട്ടേരി എന്ന് പറയാം. അങ്ങനെ ചൂരക്കാട്ട് പട്ടേരി കുമാരൻ്റെ കുടുംബത്തിന് നേരെ പല ആക്രമണങ്ങൾ അയക്കുന്നുണ്ട്. അപ്പോൾ ഈ ആക്രമണങ്ങളെല്ലാം കുമാരൻ തിരിച്ചറിയുകയും ആ ആക്രമണങ്ങളെല്ലാം കുമാരൻ ചെറുത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ ഈ ഒരു ചൂരക്കാട്ട് പട്ടേരിക്കുള്ള ദേഷ്യം ഇങ്ങനെ കൂടി വരിക. ഒരിക്കൽ ചൂരക്കാട്ട് പട്ടേരിയെ കാണാനായി കുമാരൻ പോകുന്നുണ്ട്. ചൂരക്കാട്ട് പട്ടേരിയുടെ കാവിലേക്ക് കുമാരൻ കയറിയപ്പോൾ അവിടെ മന്ത്രമണ്ഡപവും കാര്യങ്ങളും എല്ലാം കുമാരൻ കണ്ടു. അവിടെ ചൂരക്കാട്ട് പട്ടേരി ആരാധിക്കുന്ന ധൂമാവതി എന്ന ദേവത പ്രത്യക്ഷപ്പെടുകയാണ്. ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഈ സിനിമയിലുള്ളൊരു തെറ്റാണ്. ധൂമാവതിയെ ഉഗ്രപിശാചിനി എന്നാണ് പറയുന്നത്. പിശാചിനിയോ ഈ സിനിമയിൽ കാണിക്കുന്നത് പോലെ ഒരു ദുർമൂർത്തിയോ ഒന്നുമല്ല ധൂമാവതി. ദശമഹാവിദ്യകളിൽ വരുന്ന ദേവിയുടെ മറ്റൊരു ഭാവമാണ് ധൂമാവതി. അത് ഈ സിനിമയിൽ കാണിക്കുന്ന പോലത്തെ ഒരു ഭാവമേ അല്ല ധൂമാവതി ദേവിയുടെ ഭാവം എന്ന് പറയുന്നത്.
അപ്പോൾ ഇവിടെ ചൂരക്കാട്ട് ഭട്ടതിരി ആരാധിക്കുന്ന ധൂമാവതി കുമാരൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ കുമാരൻ ദശമഹാവിദ്യയിൽ തന്നെ വരുന്ന താരാദേവിയുടെ മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ധൂമാവതി അവിടെ നിന്ന് മാറ്റുന്നത്. നമുക്കിങ്ങനെ പറയാം, ദശമഹാവിദ്യയിലെ ഒരു ദേവതയെ ദശമഹാവിദ്യയിലെ മറ്റൊരു ദേവതയെ കൊണ്ടേ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഈ സിനിമയിൽ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ താരാദേവിയുടെ മന്ത്രം പ്രയോഗിച്ചുകൊണ്ട് കുമാരൻ ധൂമാവതിയെ നേരിടുന്നത് ഈ ഒരു സിനിമയിൽ കാണുന്നുണ്ട്. ശേഷം അവിടെ ഉണ്ടായിരുന്ന വടയക്ഷി നിയന്ത്രിച്ചതിന് ശേഷം കുമാരൻ പുറത്തേക്ക് പോയപ്പോഴത്തേക്കും ചൂരക്കാട്ട് ഭട്ടതിരി കുമാരനെ വെല്ലുവിളിച്ചിട്ട് പറയുന്നുണ്ട്, ഗരുഡസേവ മാത്രമായിട്ട് നിന്നാൽ നിന്നെ ഞാൻ വെറുതെ വിടാമെന്ന് പറയും. ഇത് കേട്ടപ്പോൾ കുമാരന് ദേഷ്യം വന്നു. കാരണം എന്താണ്? ഇപ്പം മന്ത്രസിദ്ധിയുണ്ട്, ജ്ഞാനദൃഷ്ടിയുണ്ട്, ഏത് വിഷബാധയെയും അല്ലാത്ത ബാധകളെയും എല്ലാം ഒഴിപ്പിക്കാനുള്ള ശക്തിയും കുമാരനുണ്ട്. അപ്പോൾ ആ ശക്തി ഉണ്ടെന്നുള്ള ചിന്ത, ആ അറിവുണ്ടെന്നുള്ള ചിന്തയിൽ കുമാരന് പതുക്കെ അഹങ്കാരം വന്നു തുടങ്ങുന്ന നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. ചൂരക്കാട്ട് ഭട്ടതിരി തന്നെ വെല്ലുവിളിച്ചപ്പോൾ ജ്ഞാനിയായിട്ടുള്ള ഒരാളാണെങ്കിൽ അതിനെ മൈൻഡ് ചെയ്യാതെ പോയേനെ, അല്ലെങ്കിൽ അതിന് മര്യാദയ്ക്കുള്ളൊരു മറുപടി പറഞ്ഞിട്ട് പോയേനെ. പകരം കുമാരൻ ഇവിടെ ചെയ്തത് ചൂരക്കാട്ട് ഭട്ടതിരിയെ തിരിച്ചു വെല്ലുവിളിക്കുകയായിരുന്നു. നിൻ്റെ ദുർദേവതകളെ എല്ലാം ഞാൻ പിടിച്ചു കെട്ടും, നിന്നെ ഞാൻ ഭ്രാന്തനാക്കും എന്ന് സ്വന്തം പിതൃക്കളെ തൊട്ട് സത്യം ചെയ്തു. ആര്? കുമാരൻ. എന്നിട്ട് കുമാരൻ തിരിച്ചുപോയി. ഈ സമയത്ത് തന്നെ പുത്തൂർ തറവാടിൽ കുമാരൻ്റെ ജനറേഷനിലുണ്ടായിരുന്ന മറ്റൊരാളായിരുന്നു ശേഖരൻ തമ്പി. ശേഖരൻ തമ്പിക്ക് എന്തുകൊണ്ട് പപ്പു അമ്മാവൻ മന്ത്രോപദേശം കൊടുത്തില്ല, ആഭാസനായി നടന്ന കുമാരന് മാത്രം കൊടുത്തു എന്നുള്ളതിൻ്റെ ദേഷ്യവും ഇവർക്കിടയിലുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സ്വത്തിനെ കുറിച്ചുള്ള ചില സംസാരത്തിനെ കുറിച്ചുള്ള തർക്കവും ഇവർക്കുണ്ട്. അങ്ങനെ അതേക്കുറിച്ച് പറയുവാനായി ശേഖരൻ തമ്പിയും അമ്മയും കൂടെ പുത്തൂർ തറവാട്ടിലേക്ക് വന്നപ്പോൾ കുമാരൻ വളരെ മോശമായാണ് അവരോട് പെരുമാറിയത്. ജ്ഞാനിയായ ഒരാൾ ഒരിക്കലും തലക്കനമുണ്ടാകാൻ പാടില്ല എന്ന് പറയാറുണ്ട് അല്ലേ? എന്നാൽ കുമാരന് ദിനം പ്രതി അഹങ്കാരം കൂടിക്കൂടി വന്നു. ഈഗോ എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കും, ജ്ഞാനിയെ എങ്ങനെ അന്ധനാക്കും എന്ന് വളരെ വ്യക്തമായി കുമാരൻ്റെ ജീവിതം ഈ സിനിമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൻ്റെയൊക്കെ ആദ്യത്തെ പടിയാണ്. അപ്പോൾ ഇതിനോടകം വെച്ച് കുമാരൻ നല്ല അഹങ്കാരിയായി. കുമാരൻ തമ്പി എന്ന കഥാപാത്രത്തിൻ്റെ കോംപ്ലക്സിറ്റി അത് നമ്മൾ ഇവിടം തൊട്ടാണ് കൂടുതലും മനസ്സിലാക്കുന്നത്. കാരണം ഇതിനോടകം വെച്ച് പലതവണ ചൂരക്കാട്ട് ഭട്ടതിരി കുമാരൻ തമ്പിക്കും കുടുംബത്തിനും നേരെ പല ആക്രമണങ്ങൾ നയിക്കുകയുണ്ടായി. വടയക്ഷിയുടെയും രക്ഷസിൻ്റെയും ധൂമാവതിയുടെയും സഹായത്തോടു കൂടി പലതവണ ആക്രമിക്കുകയുണ്ടായി. ഈ ആക്രമണങ്ങളെയെല്ലാം കുമാരൻ തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ നേരത്തെ അറിഞ്ഞുവെന്ന് മാത്രമല്ല, ഈ ആക്രമണങ്ങളെ ചെറുത്തു നിർത്തുകയും ചെയ്തു, തൻ്റെ കുടുംബത്തെ രക്ഷിക്കുകയും ചെയ്തു. തൻ്റെ കൊച്ചമ്മയെയും തൻ്റെ അനന്തരവനെയും സംരക്ഷിക്കുവാനായി രക്ഷ ജപിച്ചു കൊടുക്കുകയും ചെയ്തു. ആ രക്ഷ എന്നൊക്കെ പറയുമ്പോൾ അതിശക്തമായിട്ടുള്ള രക്ഷകളാണ് കൊടുത്തത്. കാരണം കുമാരൻ അത്രയും കോൺഫിഡൻസോട് പറയുന്നുണ്ട്, ഈ രക്ഷ ധരിക്കുന്നിടത്തോളം കാലം ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന്. കാരണം അത്രത്തോളമായി കുമാരൻ്റെ മന്ത്രസിദ്ധി. ഇതിലൊക്കെ ദേഷ്യമുണ്ടായ ചൂരക്കാട്ട് ഭട്ടതിരി തൻ്റെ ബുദ്ധി കൊണ്ട് 3 കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഒന്ന്, കുമാരന് നല്ല ശക്തമായിട്ടുള്ള ദൈവാധീനവും നല്ല ശക്തമായ ഉപാസനാബലവും ഉണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് ഒരു മുട്ടാൻ നിന്ന പണി കിട്ടും എന്ന് ചൂരക്കാട്ട് ഭട്ടതിരിക്ക് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഒരു യക്ഷി കുമാരനിൽ അനുരുക്തയാണെന്ന് മനസ്സിലായി. ആ യക്ഷി കുമാരന് ബ്രഹ്മചര്യമുള്ളിടത്തോളം കാലം കുമാരൻ്റെ അടുത്തേക്ക് പോകത്തില്ല എന്ന് മനസ്സിലായി. മൂന്നാമത്തെ കാര്യം, കുമാരൻ്റെ ശക്തിക്ക് കാരണമായത്, കുമാരൻ്റെ ഈ മന്ത്രസിദ്ധിക്ക് കാരണമായത്, കുമാരൻ ഈ ബലം വന്നത് കുമാരൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സിൽ നിന്നാണ്. എന്താണ് ആ വീക്ക്നെസ്? കാമാസക്തി. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ വീക്ക്നെസ്സിനപ്പുറമാണ് നമ്മുടെ സന്തോഷങ്ങൾ ഇരിക്കുന്നതെന്ന്. ആ വീക്ക്നെസ്സുകളെ കടന്ന് കുമാരൻ ആ സന്തോഷങ്ങൾ ആസ്വദിച്ച് തുടങ്ങിയപ്പോഴാണ് കുമാരൻ അഹങ്കാരം വന്നത്. അങ്ങനെ ചൂരക്കാട്ട് ഭട്ടതിരി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കുമാരൻ്റെ ഈ ഒരു മന്ത്രോപദേശമൊക്കെ കിട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന കുമാരന് ബന്ധമുണ്ടായിരുന്നൊരു സ്ത്രീയോട് ചെന്ന് ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കി. കുമാരൻ നേരത്തെ ഈ പദ്ധതി മനസ്സിലാക്കി, ഈ സ്ത്രീ ഇങ്ങനെ പണിതരാൻ പോവുകയാണ്, ഒരു വശ്യപ്രയോഗം വെക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കുമാരൻ അവിടെ ചെന്ന് ഹനുമാൻ മന്ത്രപ്രയോഗം നടത്തും. കാരണം എന്താണ്? ഇവിടെ മീനാക്ഷി എന്ന് പറയുന്ന സ്ത്രീയിലൂടെ ചൂരക്കാട്ട് ഭട്ടതിരി കുമാരനെ വശീകരിക്കാനാണ് ശ്രമിച്ചത്. അപ്പോൾ ആ വശീകരണത്തിനെ തടയാൻ ഇപ്പോൾ ഹനുമാൻ്റെ ധ്യാനമന്ത്രത്തിൽ ജിതേന്ദ്രിയൻ എന്ന് പറയുന്നുണ്ട്. ഹനുമാൻ ജിതേന്ദ്രിയനാണ്. ജിതേന്ദ്രിയൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ് ഹനുമാൻ. അപ്പോൾ വശീകരണങ്ങളെ അതിജീവിക്കാൻ ഇന്ദ്രിയങ്ങളെ ജയിച്ച സാക്ഷാൽ ഹനുമാനല്ലാതെ ബെസ്റ്റായിട്ട് മറ്റാരുണ്ട്? അങ്ങനെ ഹനുമാനെ തന്നെ അവിടെ നിന്നുകൊണ്ട് കുമാരൻ ധ്യാനിച്ചുവെന്ന് മാത്രമല്ല, കുമാരനെ വശീകരിക്കാൻ ശ്രമിച്ച മീനാക്ഷി എന്ന് പറയുന്ന സ്ത്രീ തൻ്റെ കൺമുന്നിൽ കുമാരൻ ഹനുമാനായി മാറുന്നതും കണ്ടു. അങ്ങനെ അവിടെ മുഴുവനും കുമാരൻ്റെ ശക്തി ഫുൾ പ്രശസ്തമായി. ഉപാസനാമൂർത്തിയും ഉപാസകനും ഒന്നായി മാറുന്ന ആ നിമിഷം അത് മീനാക്ഷി കണ്ടു. അതിനുശേഷം മീനാക്ഷിയുടെ മനസ്സിൽ കുമാരനോട് ഭക്തി മാത്രമായി. അപ്പോൾ ഇതുകൂടെ മനസ്സിലാക്കിയ ചൂരക്കാട്ട് ഭട്ടതിരി ഇനി വേറൊരു നിവൃത്തിയുമില്ല, എങ്ങനെയും കുമാരനെ പരാജയപ്പെടുത്തിയേ പറ്റുള്ളൂ എന്ന വിചാരത്തോടു കൂടി ഭാനുമതി എന്ന സ്ത്രീയിൽ ഒരു രക്ഷസിനെ ആവാഹിച്ചു.
തൻ്റെ പൂർവികനായിരുന്ന മാന്ത്രികൻ പപ്പു അമ്മാവൻ അദ്ദേഹം വിഷബാധകളെയാണ് അകറ്റിക്കൊണ്ടിരുന്നതെങ്കിൽ കുമാരൻ വിഷബാധയെ മാത്രമല്ല എല്ലാത്തരം ബാധകളെയും അകറ്റിത്തുടങ്ങുന്ന ഒരു മഹാജ്ഞാനിയായി മാറി എന്ന് തന്നെ പറയണം. പ്രയോഗങ്ങളിൽ അഗ്രഗണ്യനായി മാറി. അങ്ങനെ കുമാരൻ്റെ മുന്നിൽ ഒരു സ്ത്രീ വരുന്നു. ഇതിനു മുമ്പ് പുതുമനത്തന്ത്രി എന്നും പറഞ്ഞ് ഒരു തന്ത്രിയെ പോയി കുമാരൻ കാണുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ, പരശുരാമൻ്റെ നിർദ്ദേശപ്രകാരം പരശുരാമനിൽ നിന്ന് അനുഗ്രഹം വാങ്ങി സൽദേവതകളെ ആരാധിക്കുകയും ദുർദേവതകളെ അകറ്റുവാനുമായി പരശുരാമൻ നിയമിച്ച 18 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിൽ ഒരു കുടുംബമാണ് ഈ ഒരു പുതുമന കുടുംബം. ആ കുടുംബത്തിലെ ഇപ്പോഴത്തെ തന്ത്രിയാണ് പുതുമനത്തന്ത്രി എന്നും പറയുന്നുണ്ട്. അതിശക്തനായിട്ടുള്ള ഒരാളാണ് ഈ പുതുമനത്തന്ത്രി. പുതുമനത്തന്ത്രിയുമായിട്ടുള്ള സംഭാഷണത്തിൽ പുതുമനത്തന്ത്രി കുമാരനോട് ചോദിക്കുന്നുണ്ട്, ഷഡ്കർമ്മങ്ങളെല്ലാം കുമാരൻ ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ ഷഡ്കർമ്മങ്ങൾ എന്തൊക്കെയാണ്? ശാന്തി. ഈ ശാന്തിയിലാണ് ഈ നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഷഡ്കർമ്മങ്ങളിൽ ശാന്തി വരുന്നുണ്ട്, സ്തംഭനം വരുന്നുണ്ട്, വശീകരണം വരുന്നുണ്ട്, വിദ്വേഷണം വരുന്നുണ്ട്, അതുപോലെ ഉച്ചാടനം വരുന്നുണ്ട്, മാരണം വരുന്നുണ്ട്. ഇങ്ങനെ 6 കർമ്മങ്ങളാണ് ഷഡ്കർമ്മങ്ങൾ. ഈ ഷഡ്കർമ്മത്തിൽ കുമാരൻ ശാന്തി കർമ്മങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, വിഷബാധ അകറ്റുന്ന ശാന്തി കർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇതോടൊപ്പം കുമാരന് പല താക്കീതുകളുമെല്ലാം പുതുമനത്തന്ത്രി കൊടുക്കുന്നുണ്ട്. അതായത് ഗരുഡദേവനെ എപ്പോഴും പ്രത്യക്ഷപ്പെടുത്തരുത്, ചെയ്യുന്നതിൽ തെറ്റുവരുത്തിയാൽ ആപൽബാന്ധവനായിട്ടുള്ള ഗരുഡദേവൻ അന്തകനായി മാറും എന്ന് പറഞ്ഞു. ഹനുമാൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കുമാരനൊന്നും പരിഭ്രമിക്കുന്നുണ്ട്. പരിഭ്രമിച്ച സമയത്ത് പുതുമനത്തന്ത്രി പറയുന്നുണ്ട്, പേടിക്കണ്ട, ബ്രഹ്മചര്യം ജീവിതവ്രതമായിരിക്കണം, അത് തെറ്റിക്കാൻ പാടില്ല എന്നൊരു കാര്യം കുമാരൻ്റെ മനസ്സിലോട്ട് ഗുരുസ്ഥാനീയനായിരിക്കേണ്ട കുമാരൻ കാലുതൊട്ട് വന്നിച്ച പുതുമനത്തന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും കുമാരൻ്റെ മനസ്സിൽ ആ ദിവസം കയറിയില്ല. അന്ന് കുമാരൻ്റെ മുന്നിൽ ബാധ അകറ്റാനായി വന്നത് ഭാനുമതി എന്നൊരു സ്ത്രീയായിരുന്നു. ഭാനുമതിയുടെ ദേഹത്തുണ്ടായിരുന്നത് ഈ ഒരു ചൂരക്കാട്ട് പട്ടേരി അയച്ച രക്ഷസുമായിരുന്നു. ഈ ഭാനുമതിയെ തന്നെ കുമാരൻ്റെ മുന്നിലേക്ക് വിട്ട കാര്യം എന്തെന്നറിയോ? ആ കാലഘട്ടത്തിൽ അവിടെ ജീവിച്ചിരുന്നതിലേക്ക് വെച്ച് ഏറ്റവും സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു ഭാനുമതി എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ചില സീനുകൾ ഇതിലുണ്ട്. അപ്പോൾ അത്രയും സുന്ദരിയായിട്ടുള്ള ഭാനുമതിയിൽ രക്ഷസിനെ വെച്ച് ഈ ഒരു ചൂരക്കാട്ട് പട്ടേരി അയച്ചപ്പോൾ കുമാരൻ ഈ ഭാനുമതിയെ നിയന്ത്രിക്കാനായി ഒരുങ്ങി. അതായത് രക്ഷസിനെ ദേഹത്തു നിന്ന് മാറ്റാനായി ഒരുങ്ങി. ഈ സമയം കുമാരനോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഭാനുമതി സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്രങ്ങളെല്ലാം ജപിച്ച് ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഭാനുമതി തൻ്റെ ഉത്തരീയം അഴിച്ച് നഗ്നമായിട്ടുള്ള തൻ്റെ ശരീരം കുമാരന് മുന്നിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കുമാരൻ്റെ മനസ്സ് പിടിച്ചങ്ങിളക്കി. ഇപ്പോൾ കുമാരനിൽ അത്രയും കാലവും കുമാരൻ നിയന്ത്രിച്ച് വെച്ചിരുന്ന കുമാരൻ്റെ ആസക്തിയെല്ലാം പുറത്തു ചാടി. പക്ഷേ കുമാരൻ ഇവിടെ ഭാനുമതിയിൽ നിന്ന് ആ ഒരു ബാധയെ ഒഴിപ്പിക്കുന്നുണ്ട്, രക്ഷസിനെ ഒഴിപ്പിക്കുന്നുണ്ട്. ഒഴിപ്പിച്ചതിന് ശേഷം കുമാരൻ ഭാനുമതിയുടെ അച്ഛനോട് പറഞ്ഞ്, ഞാനൊരു രക്ഷ ജപിച്ചു തരാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഭാനുമതിയുടെ അച്ഛൻ്റെ അടുത്ത് മറ്റൊരു കാര്യവും കൂടെ പറഞ്ഞ്, രക്ഷ വാങ്ങാൻ നിങ്ങൾ വരണ്ട, ഞാൻ അവിടെ വന്ന് ഭാനുമതിക്ക് കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ കുമാരൻ്റെ അമ്മ പ്രാർത്ഥന തുടങ്ങി. കുമാരൻ വഴിതെറ്റി തുടങ്ങാനുള്ള സാധ്യത കുമാരൻ്റെ അമ്മ കണ്ടു. ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കുറച്ച് എക്സ്ട്രാ ഡീറ്റെയിൽസ് എന്ന് പറയണം. ഇതുവരെ ഈ സീൻ വരെ നിങ്ങൾ സിനിമ എന്തായാലും കാണും, കണ്ടിട്ടുള്ളവരും ഉണ്ടാവും. ആ സിനിമയിൽ ഇതുവരെ കുമാരൻ്റെ നെറ്റിയിൽ ഒരു കറുത്ത കുറി തൊട്ടിട്ടുണ്ടായിരുന്നു. ഈ കറുത്ത കുറി എന്ന് പറയുമ്പോൾ ഗരുഡസേവ നടത്തുമ്പോൾ ചെയ്യുന്നൊരു പൂജയുണ്ട്. ആ പൂജയിൽ നിന്ന് കിട്ടുന്നൊരു കുറിയാണ് ഈ കറുത്ത കുറി. അപ്പോൾ കുമാരൻ ഗരുഡസേവ നടത്തിയിരുന്ന അത്ര സമയവും കുമാരൻ്റെ നെറ്റിയിൽ ഈ ഒരു കുറി ഉണ്ടായിരുന്നു. ഈ ഭാനുമതിയുടെ ദേഹത്ത് രക്ഷസിൻ്റെ ബാധയുണ്ടായി ഭാനുമതിയെ കുമാരൻ്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ കുമാരൻ ധരിച്ചിരുന്നത് മഞ്ഞ വസ്ത്രമായിരുന്നു. കുമാരൻ നെറ്റിയിൽ തൊട്ടിരുന്നത് മഞ്ഞക്കുറിയായിരുന്നു. കുമാരൻ്റെ കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുമാരൻ ആ ബാധയെ ഭാനുമതിയുടെ ദേഹത്തു നിന്ന് ഒഴിപ്പിച്ചത് ദശമഹാവിദ്യയിൽ വരുന്ന ബഗളാമുഖി എന്ന ദേവിയുടെ ബഗളാമുഖി വിദ്യ വെച്ചിട്ടാണ് കുമാരൻ ആ ബാധയെ ഒഴിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ബഗളാമുഖി ദേവിയുടെ വസ്ത്രത്തിൻ്റെ കളറ് മഞ്ഞയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുമാരന് ബഗളാമുഖി ഉപാസനയുണ്ടായിരുന്നു. അപ്പോൾ ബഗളാമുഖി വിദ്യ വെച്ചിട്ടാണ് കുമാരൻ ഭാനുമതിയുടെ ദേഹത്തുനിന്ന് ഈ രക്ഷസിനെ മാറ്റിയത്. പക്ഷേ ബഗളാമുഖി വിദ്യ പ്രയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നപ്പോൾ കുമാരൻ്റെ മനസ്സുറയ്ക്കുന്നില്ലായിരുന്നു. കാരണം അപ്സരസിനെ പോലെ സൗന്ദര്യമുള്ളൊരു സ്ത്രീയായിരുന്നു ഭാനുമതി. ആ ഭാനുമതി കുമാരൻ്റെ മുന്നിൽ അങ്ങനെ നിന്നപ്പോൾ കുമാരൻ്റെ മനസ്സിളകി എന്ന് തന്നെ പറയണം. കുമാരൻ പലതവണ തൻ്റെ ദേവതകളെ വിളിച്ച് പ്രാർത്ഥിച്ചു, തൻ്റെ മനസ്സിളകി. മനസ്സിളകാനുള്ള കാരണം എന്താണ്?
തൻ്റെ കാമാസക്തിയാണ് തൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്. അതിനെ അടക്കിയപ്പോഴാണ് തനിക്ക് ഇത്രയും മന്ത്രസിദ്ധി ഉണ്ടായത്. ബ്രഹ്മചര്യം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള ചിന്തയെല്ലാം നൽകുന്നത് ജ്ഞാനമാണ്, കുമാരൻ്റെ ഉള്ളിലുള്ള ജ്ഞാനം. ജ്ഞാനത്തിന് ഭംഗം വരുത്തുന്നത് എപ്പോഴും എന്താണ്? അഹങ്കാരം. ഓരോ മന്ത്രങ്ങളും അതിവേഗം കുമാരനിൽ സിദ്ധിയായിക്കൊണ്ടിരുന്നപ്പോൾ എന്തുകൊണ്ട് ഇത് സിദ്ധിയായി എന്നുള്ള തിരിച്ചറിവല്ല കുമാരനിൽ ഉണ്ടായത്. ഈ മന്ത്രങ്ങൾ ഇത്രയും പെട്ടെന്ന് സിദ്ധിയാവാനുള്ള കാരണം എന്താണ്? ഒന്ന്, തൻ്റെ ഗുരുവായിട്ടുള്ള പപ്പുവമ്മാവൻ്റെ അനുഗ്രഹം, കുലദേവതയുടെ അനുഗ്രഹം, അമ്മയുടെ അനുഗ്രഹം, പിതൃക്കളുടെയും ഗുരുകാരണവന്മാരുടെയും അനുഗ്രഹം. അതോടൊപ്പം തൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയിട്ടുള്ള കാമാസക്തിയിൽ നിന്ന് ശ്രദ്ധ പൂർണ്ണമായും തിരിച്ച് വിദ്യാഭ്യാസത്തിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട്, തൻ്റെ കർമ്മത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, അങ്ങനെ കർമ്മത്തിൽ ഫോക്കസ് ചെയ്തപ്പോൾ അവിടെ കുമാരനിൽ ഉണ്ടായിരുന്ന അതിതീവ്രമായിട്ടുള്ള കാമാസക്തിയുടെ ഊർജം ജ്ഞാനത്തിനായുള്ള ഊർജമായി കുമാരനിലേക്ക് മാറി. എന്നാൽ ആ ഒരു മന്ത്രസിദ്ധികൾ പെട്ടെന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ ഇതല്ല തിരിച്ചറിഞ്ഞത്. ഞാൻ അത്രയും ശക്തനായതുകൊണ്ടാണ്, ഞാൻ ഇത്രയും കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തതുകൊണ്ടാണ് എന്നുള്ള അഹംഭാവമായിരിക്കാം ഒരുപക്ഷെ കുമാരനിൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് കുമാരൻ്റെ മുന്നിൽ വന്ന ഭാനുമതിക്കുള്ളിലുള്ളത് ചൂരക്കാട്ട് പട്ടേരി അയച്ച രക്ഷസാണെന്ന് മനസ്സിലാക്കിയിട്ട് കൂടി ഭാനുമതിയുടെ ചേഷ്ടകളിലും ശരീരത്തിൻ്റെ ഭംഗിയിലും കുമാരൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോയത്. ജ്ഞാനിയായ ഒരാൾ ഉറപ്പായിട്ടും അത് തിരിച്ചറിയും. അഹങ്കാരം സ്പർശിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും അത് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. ഇതേ അഹങ്കാരം തന്നെയാണ് ദുര്യോധനനെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ച് ഭീമൻ്റെ കയ്യിൽ നിന്ന് ഗദയ്ക്ക് തുടയടി വാങ്ങിച്ച് തീർത്തത്. പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് ആളുകൾ ചുറ്റിനുണ്ടായിരുന്നു. ഭീഷ്മരെ പോലെ ഒരുപാട് കാലം ജീവിച്ചിരുന്നൊരു ജ്ഞാനി ഉണ്ടായിരുന്നു, ദ്രോണരെ പോലൊരു ജ്ഞാനി ഉണ്ടായിരുന്നു, ഗുരുസ്ഥാനീയനായ കൃപാചാര്യരുണ്ടായിരുന്നു, ജ്ഞാനികളിൽ ജ്ഞാനിയും ധർമ്മിഷ്ഠരിൽ ധർമ്മിഷ്ഠനുമായ വിതുരരുണ്ടായിരുന്നു. ഇവരെല്ലാം ചുറ്റിനും നിന്ന് ദുര്യോധനന് പറഞ്ഞു കൊടുത്തിട്ടും ഇല്ല, എൻ്റെ മാർഗമാണ് ശരി എന്ന ചിന്ത ദുര്യോധനനുണ്ടായിരുന്നു. ആ അഹംബോധമാണ് എല്ലാം ഉണ്ടായിരുന്ന അവനെ ഒന്നുമല്ലാതെ തീർത്തത്. ഇതേ അഹംബോധം കർണനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജ്ഞാനം ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലായിരുന്നു. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ജ്ഞാനം ഇവർക്കില്ലായിരുന്നു. അഹംബോധത്തെ മാറ്റി നിർത്തുക, എനിക്കറിയുന്നത് മാത്രമാണ് ശരി എന്ന ചിന്ത മാറ്റുക, മറ്റുള്ളവർ പറയുന്നതിലും എന്തെങ്കിലും കാര്യമുണ്ടാകും എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാകണം. ഇതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഇതിനെയൊക്കെ കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് കുമാരൻ ആ സമയത്ത് അത്രത്തോളം ആസക്തി ഉണ്ടായ സമയത്ത് കുമാരൻ ചെയ്യേണ്ടിയിരുന്നത് എന്തായിരുന്നു? ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണസ്വാമി പറയുന്നത് പോലെ സാക്ഷി മനോഭാവം കൈക്കൊള്ളുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. ഇപ്പോൾ നമുക്കൊരാസക്തിയുണ്ട്. ഇപ്പോൾ നമ്മൊരു ആസക്തി എന്ന് പറയുമ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അയാൾക്ക് ആ ആസക്തി ഉണ്ടാകുമ്പോൾ അതിന് വശംവദനായി പോരുത് അയാൾ. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ആ ഒരാസക്തി വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റിയാക്ട് ചെയ്യാതെ ആ ആസക്തിയെ ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം. ഒരു സാക്ഷിയായി ആ ആസക്തിയെ മുഴുവനും നമ്മൾ ഒന്നും ചെയ്യാതെ ഒബ്സർവ് ചെയ്യണം. അതിനെ അടക്കുകയല്ല ചെയ്യേണ്ടത്, അതിനെ പിടിച്ചു വയ്ക്കുകയല്ല ചെയ്യേണ്ടത്. നീ നിനക്കുണ്ടാക്കാൻ പറ്റാവുന്ന ചിന്തകൾ അത്ര എൻ്റെ മനസ്സിലുണ്ടാക്കിക്കോ, ഞാൻ നിന്നെ ശരിക്കും ഒന്ന് കാണട്ടെ എന്ന മനോഭാവത്തോടു കൂടി ഒന്നും ചെയ്യാതെ കുറച്ചു നേരം വെറുതെ ഇരുന്നുകൊണ്ട് ആ ചിന്തയെക്കുറിച്ച് ഒന്ന് വീക്ഷിക്കണം, ഒബ്സർവ് ചെയ്യണം. എനിക്ക് എൻ്റെ മനസ്സിൽ ഭക്ഷണത്തോടുള്ള ആർത്തി ഉണ്ടാകുന്നു, ആ ആർത്തി കാരണം എൻ്റെ വായിൽ വെള്ളം വരുന്നു, പക്ഷെ ഇതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ ആർത്തിക്കപ്പുറമല്ലേ എൻ്റെ ഒരു ഹെൽത്തി ബോഡി ഉള്ളത്? ഈ ആർത്തിക്കപ്പുറമല്ലേ ഞാൻ ജിമ്മിൽ പോകുന്നതിൻ്റെ റീസൺ ഇരിക്കുന്നത്? ഈ ആർത്തിക്കപ്പുറമല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുമുള്ളത്? അപ്പോൾ ഇതിനെന്തെങ്കിലും അസ്തിത്വം ഉണ്ടോ? നമ്മളതിന് റിയാക്ട് ചെയ്യാത്തടത്തോളം കാലം ഇതെല്ലാം വെറും ഇല്യൂഷനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സാക്ഷി മനോഭാവത്തിന് മറ്റൊരു ഉദാഹരണവും കൂടെ പറയാം. കാമദേവനെ മഹാദേവൻ ഭസ്മമാക്കി എന്ന് കഥ കേൾക്കുന്നുണ്ട് അല്ലേ? കാമദേവൻ അസ്ത്രങ്ങൾ എഴുതുകൊണ്ടിരുന്നപ്പോൾ മഹാദേവൻ തൃക്കണ്ണ് തുറന്നു നോക്കി ഭസ്മമാക്കി എന്നാണ് പറയുന്നത്. ഈ മൂന്നാം കണ്ണ് ജ്ഞാനാഗ്നിയാണ്. മഹാദേവൻ്റെ ഇടത് കണ്ണ് ചന്ദ്രൻ, വലത് കണ്ണ് സൂര്യൻ, മൂന്നാം കണ്ണ് ജ്ഞാനമാകുന്ന അഗ്നിയാണ്. ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് കാമദേവനെ ഭസ്മമാക്കി എന്ന് പറയുന്നതിനൊരു അർത്ഥമുണ്ട്. ഒബ്സർവ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താണ്? മഹാദേവൻ മൂന്നാം കണ്ണ് തുറന്ന് ജ്ഞാനം കൊണ്ട് കാമദേവനെ നോക്കിയപ്പോൾ അവിടെ അറിയുന്നൊരു കാര്യമുണ്ട്. മഹാദേവനും ബ്രഹ്മം, കാമദേവനും ബ്രഹ്മം, ബ്രഹ്മവും. അങ്ങനെ ചിന്തിക്കുമ്പോൾ കാമദേവൻ അവിടെ ഐഡൻറ്റിറ്റി ഇല്ലാണ്ടാകുന്നു എന്നാണ് ആ കഥ സൂചിപ്പിക്കുന്നത്. ഇതുപോലെ നമ്മുടെ മനസ്സിൽ ആസക്തികൾ, വീക്ക്നെസ്, ഭയം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളതിന് റിയാക്ട് ചെയ്യുകയോ അതിനെ കൺട്രോൾ ചെയ്യാനോ സപ്രസ് ചെയ്യാനോ അല്ല ക്ഷമിക്കേണ്ടത്. നമ്മളതിനെ ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്യുക. ഇതെൻ്റെ മനസ്സിൽ വന്നു, ഇതിനെന്തെങ്കിലും കാരണമുണ്ടോ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ജസ്റ്റ് അതിനെ അങ്ങ് ഒബ്സർവ് ചെയ്യുക, നമ്മുടെ ഇമോഷനെ ഒബ്സർവ് ചെയ്യുക. ഇത് മനസ്സിലാക്കാനായിട്ട് സിമ്പിളായിട്ട് എല്ലായിടത്തും കേൾക്കുന്ന ഒരു ഉദാഹരണം കൂടെ പറയാം. ഒരു പാത്രത്തിൽ മണൽ കലക്കിയ വെള്ളം എടുക്കുന്നു. ആ വെള്ളത്തിൽ നിന്ന് ഈ പൊടിപടലങ്ങളെ മാറ്റാനായിട്ട് നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ കൈയിട്ടിളക്കി മാറ്റാൻ നോക്കിയാൽ വീണ്ടും അത് കലങ്ങിക്കൊണ്ടിരിക്കത്തല്ലേ ഉള്ളൂ.
നമ്മളതവിടെ കുറേ നേരം വെറുതെ വെക്കണം, അല്ലാതെ വീണ്ടും അതിൽ മണ്ണിട്ടാൽ ശരിയാവുമോ? ഇല്ല. കുറേ നേരം ആ പാത്രം നമ്മൾ അനക്കാതെ വെറുതെ വയ്ക്കുമ്പോൾ ഈ പൊടിപടലങ്ങളെല്ലാം ആ പാത്രത്തിൻ്റെ താഴെ കെട്ടടങ്ങും. കെട്ടടങ്ങിയതിന് ശേഷം തെളിനീര് പോലത്തെ ശുദ്ധമായ വെള്ളം നമുക്ക് കാണാൻ കഴിയും. ഇതുതന്നെയാണ് നമ്മുടെ മനസ്സിൽ സാക്ഷി മനോഭാവത്തോടു കൂടി നമ്മുടെ വികാരങ്ങളെ നമ്മൾ നിരീക്ഷിക്കണമെന്ന് പറയുന്നത്. ഇതുതന്നെയാണ് കുമാരനും ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഉപാസനാ ദേവതകളെ വിളിച്ചിരുന്നുവെങ്കിൽ പോലും തൻ്റെ അഹങ്കാരം, തൻ്റെ മുന്നിലുണ്ടായിരുന്ന ജ്ഞാനത്തെ കാണാൻ കുമാരനെ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ ഉണ്ടായ ഈ ആസക്തി തന്നിൽ നിന്ന് കളയാനായി കുമാരൻ പല സ്ത്രീകളെ സമീപിക്കുന്നു. അങ്ങനെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് കുമാരൻ്റെ ബ്രഹ്മചര്യം നശിക്കുന്നു. കുമാരൻ്റെ ബ്രഹ്മചര്യം നശിച്ചതിന് ശേഷം കുമാരൻ അവിടെ വിളിക്കുന്നുണ്ട്, എൻ്റെ ഭഗവാനെ, തെറ്റുപറ്റിപ്പോയല്ലോ. ആ വീട്ടിൽ നിന്ന് കുമാരൻ പുറത്തിറങ്ങുമ്പോൾ തൻ്റെ ഗുരുനാഥനായിട്ടുള്ള, ഗുരുസ്ഥാനീയനായിട്ടുള്ള പപ്പു അമ്മാവൻ ദുഃഖത്തോടുകൂടി, നിരാശയോടുകൂടി കുമാരൻ്റെ മനസ്സിൽ സംസാരിക്കുന്നത് കുമാരന് കേൾക്കാൻ കഴിഞ്ഞു. കുമാരാ, എൻ്റെ കുമാരാ എന്നൊരു വിളി അതിലെല്ലാം ഉണ്ട്. ദുഃഖത്തോടു കൂടി കുമാരൻ വീട്ടിലേക്ക് നടന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ എവിടെ പോണ് എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്നു ലക്ഷ്മിക്കുട്ടി. ലക്ഷ്മിക്കുട്ടി അവിടെ നിന്നു. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു ബ്രഹ്മചര്യം നശിക്കാനായിട്ട്. ഇനി കുമാരേട്ടനെ ഞാൻ വിട്ടുപോകത്തില്ല എന്ന് പറഞ്ഞ് കുമാരൻ്റെ പിന്നാലെ ലക്ഷ്മിക്കുട്ടി കൂടുന്നുണ്ട്. അങ്ങനെ കുമാരൻ പുത്തൂർ മാന്ത്രികന്മാർ പാലിക്കേണ്ട പല നിയമങ്ങളും തെറ്റിച്ച് കുമാരൻ ഭാനുമതിയെ വിവാഹം കഴിക്കുകയും ചെയ്യുകയാണ്. ഈ പുത്തൂരിലെ മാന്ത്രികന്മാർ വിവാഹം കഴിക്കാൻ പാടില്ല. വിവാഹം കഴിക്കണമെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഈ അടുത്ത ഒരു അവകാശിയെ കണ്ടുപിടിച്ച് ആ അവകാശിക്ക് മന്ത്രോപദേശം കൊടുത്ത് ആ പുള്ളിക്കാരനെ മാന്ത്രികനാക്കിയിട്ടേ അതിന് മുതിരാവുള്ളൂ. ഇതൊന്നുമില്ല. മാന്ത്രികനായി ഇരിക്കവേ തന്നെ വിവാഹം കഴിച്ചു. കാരണം എന്താണ്? തന്നോളം കേവനായിട്ട് ആരുമില്ല എന്ന അഹങ്കാരം കുമാരനിൽ അപ്പോഴും ഉണ്ടായിരുന്നു. കുമാരൻ നേരത്തെ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ഇതുവരെ തിരിച്ച് തറവാട്ടിൽ കൊണ്ടുവച്ചിട്ടില്ല. എന്തുകൊണ്ട് വെച്ചിട്ടില്ല? അഹംബോധത്തിനിടയിൽ അത് വെക്കണമെന്നുള്ള കാര്യവും വിട്ടില്ല. ഇനിയും കാര്യങ്ങൾ പഠിക്കണം, അതിൽ ദുർമന്ത്രവാദ പ്രയോഗങ്ങൾ പഠിക്കണം എന്നുള്ള ആഗ്രഹം കുമാരൻ പോലും അറിയാതെ ഒരു പക്ഷേ കുമാരൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നായിരിക്കാം. എവിടെ നിന്നിരുന്ന ഒരാളാണല്ലേ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭാനുമതിയുടെ ദേഹത്തും ലക്ഷ്മിക്കുട്ടി കയറും. അങ്ങനെ ലക്ഷ്മിക്കുട്ടി കുമാരനോട് പറഞ്ഞു, എൻ്റെ കഴുത്തിൽ ഒരു മാല ചാർത്തിയാൽ ഞാൻ ഇവിടെ നിന്ന് ഭാനുമതിയെ വിട്ടു പോകാമെന്ന് പറയും. എന്നാൽ ആ സമയത്ത് കുമാരൻ ചെയ്തെന്താണെന്നറിയോ? മഹിഷമർദിനി യന്ത്രമുള്ള താലി ഭാനുമതിയുടെ കഴുത്തിൽ കെട്ടാൻ വരും. ഇത് മനസ്സിലാക്കിയ ലക്ഷ്മിക്കുട്ടി എന്ന് പറയുന്ന യക്ഷിയുണ്ടല്ലോ, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു യക്ഷിയാണ്. എനിക്ക് തോന്നുന്നു കുമാരനുമായിട്ടും അത്രയും അനുരക്തയായിട്ട് നിന്നിരുന്നത് കൊണ്ട് കുമാരൻ അറിയുന്ന കാര്യങ്ങളെല്ലാം ഈ ലക്ഷ്മിക്കുട്ടിക്ക് അറിയാൻ കഴിഞ്ഞതാണോ എന്നറിയത്തില്ല. കാരണം കുമാരൻ ചെയ്യാൻ പോയ കാര്യങ്ങളെല്ലാം ലക്ഷ്മിക്കുട്ടിക്ക് മനസ്സിലായി. അങ്ങനെ തന്നെ തളയ്ക്കാനായിട്ടുള്ള മന്ത്രപ്രയോഗം, തന്നെ തളയ്ക്കാനായിട്ടുള്ള യന്ത്രത്തോടു കൂടിയ താലിച്ചരടുമായിട്ടാണ് കുമാരൻ വന്നതെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മിക്കുട്ടി എണീച്ചു പോയി വെള്ളത്തിലേക്ക് ചാടുകയാണ്. അപ്പോൾ ലക്ഷ്മിക്കുട്ടി ബാധിച്ചിരിക്കുന്ന ഭാനുമതിയും കൂടി എടുത്തുകൊണ്ട് ചാടയല്ലേ. അങ്ങനെ ഭാനുമതി മരണപ്പെട്ടു. ഭാനുമതി മരണപ്പെട്ടതിന് ശേഷം കുമാരനെ ഉപേക്ഷിച്ച് എല്ലാവരും പോവുകയാണ്. ആ വലിയ വീട്ടിൽ പുത്തൂരിലെ മാന്ത്രികൻ ഒറ്റയ്ക്കായി. നിലവറയിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോഴോ 5 തല നാഗം കുമാരനെ കയറാനും സമ്മതിച്ചില്ല. അങ്ങനെ അഹങ്കാരം എന്നൊരൊറ്റ കാരണം കൊണ്ട് അതപ്പതിച്ച് നിലത്ത് വീണു കുമാരൻ. ഓക്കെ, പറ്റിപ്പോയി, പറ്റിയതെല്ലാം ഇനി എല്ലാം ഒന്നേന്ന് തിരിച്ചു പിടിക്കാം എന്ന ചിന്തയോടുകൂടി പുതുമന തന്ത്രിയോട് പോയപ്പോൾ പുതുമന തന്ത്രി പറഞ്ഞു, ഒരിക്കൽ അബദ്ധം പറ്റിയതല്ലേ, ഇനി ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്നതാണ് നല്ലത് എന്ന് കുമാരനോട് പറഞ്ഞു. കാരണം പുതുമന തന്ത്രിക്ക് അറിയായിരുന്നു കുമാരനിൽ ഇപ്പോഴും അഹങ്കാരമുണ്ട്. അപ്പം മന്ത്രോപദേശം കൊടുത്താലും അത് പ്രശ്നമാകത്തേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം അദ്ദേഹം അത് കൊടുക്കാതിരുന്നത്. എന്നാൽ ഈ സമയത്ത്, ഇതിനൊക്കെ മുമ്പ് കുമാരൻ ഭദ്രകാളി ഉപാസന സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഉപാസന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചൂരക്കാട്ട് പട്ടേരി ഉണ്ടല്ലോ, ചൂരക്കാട്ട് പട്ടേരി മനസ്സിലാക്കി കുമാരൻ ഭദ്രകാളി ഉപാസന തുടങ്ങുകയാണ്, പക്ഷെ അതൊന്നും കുമാരനൊന്നും ചെയ്യാൻ പോണില്ല എന്ന് ചൂരക്കാട്ട് പട്ടേരി പറയുന്നുണ്ട്. കാരണം എന്താണ്? കുമാരനിൽ നിന്ന് ഗുരുത്വം പൂർണ്ണമായും നഷ്ടമായി. പിതൃക്കളുടെ കോപം കുമാരനിലുണ്ട്, കുലദേവതയുടെ കോപം കുമാരനിലുണ്ട്. കുലദേവത കോപിച്ചാൽ, പിതൃക്കൾ കോപിച്ചാൽ എന്തു ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂരക്കാട്ട് പട്ടേരി സാഹചര്യം മുതലെടുത്ത് ധൂമാവതിയെ ആവാഹിച്ച് കുമാരൻ്റെ തലമുറയെ നശിപ്പിക്കാനായി അപേക്ഷിച്ചു. അങ്ങനെ ധൂമാവതിയുടെ സഹായത്തോടു കൂടിയുള്ള ചൂരക്കാട്ട് പട്ടേരിയുടെ പ്രയോഗത്തിൽ കുമാരൻ്റെ അനന്തരവള് മരണപ്പെട്ടു. ഈ അനന്തരവള് മരണപ്പെട്ടതോടുകൂടി കുമാരൻ്റെ തായ്വഴി, കുമാരൻ്റെ ജനറേഷൻസ് ആ ഒരു തലമുറയെ നശിക്കുകയല്ലേ. കാരണം കുമാരന് മന്ത്രോപദേശം കൊടുക്കാൻ അനന്തരവനുണ്ട്. ആ അനന്തരവന് മന്ത്രോപദേശം കൊടുക്കാൻ ഒരു അനന്തരവൻ ഇല്ലല്ലോ. കാരണം എന്താണ്? ഈ ഒരു പയ്യൻ്റെ, കുമാരൻ്റെ അനന്തരവൻ്റെ പെങ്ങളാണ് മരണപ്പെട്ടത്.
ആ പെൺകുട്ടി മരണപ്പെട്ട് കഴിഞ്ഞാൽ ആർക്കാണ് അടുത്ത മന്ത്രോപദേശം കൊടുക്കുക? കുമാരൻ്റെ അനന്തരവനോടുകൂടി ഈ ഒരു സിസ്റ്റം, ഈ ഒരു കസ്റ്റം തന്നെ നശിക്കുകയാണ്. അട്ടഹസിച്ചിരുന്ന, സന്തോഷിച്ചിരുന്ന ചൂരക്കാട്ട് പട്ടതിരി, ആ പട്ടതിരിയെ ഏതു വിധേനയും നേരിടുക എന്നൊരു ചിന്ത മാത്രമായി പിന്നീട് കുമാരൻ്റെ മനസ്സിൽ. അങ്ങനെ പണ്ട് ഭദ്രകാളി സേവ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ഭ്രാന്തൻ്റെ രൂപത്തിലിരുന്നൊരു മന്ത്രവാദി കുമാരനെ അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് വരാനായിട്ട് പറഞ്ഞു. അദ്ദേഹം കുമാരൻ്റെ ഗുരുവാവാന്ന് പറഞ്ഞു. അന്ന് കുമാരൻ അവിടെ നിന്ന് പോയി. ഇപ്പോൾ കുമാരൻ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ. ചൂരക്കാട്ട് പട്ടതിരിയെ അവസാനിപ്പിക്കുക എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ കുമാരൻ്റെ മനസ്സിൽ. അങ്ങനെ ഗുരുവിനെ അന്വേഷിച്ച് നടന്ന കുമാരൻ അവസാനം ചെന്നത് അന്ന് ആ അമ്പലത്തിൽ വെച്ച് കണ്ട ഭ്രാന്തനെ പോലിരുന്ന അയാളുടെ അടുത്ത് തന്നെയാണ്. കുഞ്ഞമ്പു കുമാരൻ്റെ തോളത്ത് തട്ടി വിളിച്ചു, എല്ലാവരെയും നഷ്ടപ്പെട്ടപ്പോൾ നീ എന്നെ തേടി വന്നു അല്ലേ? നേരത്തെ നീ എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ നഷ്ടപ്പെട്ട 3 ജീവൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായേനെന്ന് കുഞ്ഞമ്പു പറഞ്ഞു. കുഞ്ഞമ്പു അതും മനസ്സിലാക്കിയിരിക്കുന്നു. കുമാരൻ ഭക്തിയോടുകൂടി കുഞ്ഞമ്പുവിൻ്റെ മുന്നിലിരുന്നു. അടുത്ത നിമിഷം ഇവർ രണ്ടുപേരും കൂടെ ചെയ്തത് ഒരുമിച്ച് കുമാരൻ്റെ വീട്ടിലേക്ക്, പുത്തൂർ തറവാട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ പുത്തൂർ തറവാട്ടിൽ ആരുമില്ല, കുമാരൻ മാത്രമേ ഉള്ളൂ. കുമാരനും കുമാരൻ്റെ കൂടെ ലക്ഷ്മിക്കുട്ടി എന്ന യക്ഷി. ചെന്ന ഉടനെ അധികം വൈകിക്കാതെ പെട്ടെന്ന് തന്നെ കുമാരൻ്റെ പുതിയ ഗുരുവായിട്ടുള്ള കുഞ്ഞമ്പു ആഭിചാര പ്രയോഗത്തിലൂടെ ലക്ഷ്മിക്കുട്ടിയെ തളച്ചു. ലക്ഷ്മിക്കുട്ടിയെ തളച്ചതിന് ശേഷം കുമാരന് മന്ത്രോപദേശം കൊടുത്തു. കുമാരൻ ഇപ്പോൾ ഉപാസിക്കുന്നത് വാരാഹി ദേവിയുടെ ഉഗ്രഭാവത്തെയാണ്. ദേവിക്കൊരു പേരുണ്ട്, എപ്പോഴും പറഞ്ഞുകൂടാ എന്ന് പറയാറുണ്ട്. അപ്പോൾ വാരാഹി ദേവിയുടെ ഉഗ്രഭാവത്തിലുള്ള ദേവതയെ കുമാരൻ ഉപാസിച്ചു തുടങ്ങി. ആഭിചാര പ്രയോഗങ്ങൾ കുമാരൻ പഠിച്ചു. എന്നിട്ട് കുമാരൻ ആ ദേവതയുടെ ഉപാസനാബലത്തോടുകൂടി ചൂരക്കാട്ട് പട്ടതിരിയെ പോയി കാണുകയും ചെയ്തു. ചൂരക്കാട്ട് പട്ടതിരി ഉപാസിച്ചിരുന്ന വടയക്ഷിണിയെയും ധൂമാവതിയെയും നേരിടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുമാരൻ്റെ ഗുരുവായിട്ടുള്ള ഈ ഒരു കുഞ്ഞമ്പു ഉണ്ടല്ലോ, ദുർമന്ത്രവാദം ഉപദേശിച്ചു കൊടുത്ത ഗുരുവായ കുഞ്ഞമ്പു, ആ കുഞ്ഞമ്പു മരണപ്പെടുന്നുണ്ട്. മരണപ്പെട്ട കുഞ്ഞമ്പുവിൻ്റെ ശവക്കല്ലറയ്ക്കടുത്ത് കാവലായിട്ട് ഈ വടയക്ഷിയെയും ധൂമാവതിയെയും കൊണ്ടിരുത്തി എന്നും പറയപ്പെടുന്നുണ്ട്. ശേഷം സംഹാരം മാത്രം മനസ്സിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കുമാരൻ തൻ്റെ ഉപാസനാ ദേവതയായ വാരാഹി ദേവിയുടെ ഉഗ്രഭാവത്തെ ആവാഹിച്ചു. ദേവത തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഉടനെ തന്നെ ചൂരക്കാട്ട് പട്ടതിരിയെ വധിക്കാനൊരുങ്ങിയപ്പോൾ കുമാരൻ തൻ്റെ ഉപാസനാ ദേവതയോട് അപേക്ഷിച്ചു, അവനെ കൊല്ലരുത്, അവനെ ഭ്രാന്തനാക്കിയാലും എന്ന് പറഞ്ഞു. അങ്ങനെ കുമാരൻ്റെ ആഗ്രഹപ്രകാരം ചൂരക്കാട്ട് പട്ടതിരി ഭ്രാന്തനായി. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തെന്നറിയോ? കുമാരൻ നേരത്തെ ഒരു ശപഥമെടുത്തിരുന്നു, ചൂരക്കാട്ട് പട്ടതിരിയുടെ ദേവതകളെ എല്ലാം പിടിച്ച് ബന്ധിക്കുമെന്ന്. അതുപോലെ ചെയ്തു. എന്നിട്ട് ചൂരക്കാട്ട് പട്ടതിരിയെ ഭ്രാന്തനാക്കുമെന്നും പറഞ്ഞായിരുന്നു. ചൂരക്കാട്ട് പട്ടതിരിയുടെ കർമ്മത്തിൻ്റെ ബലമാണ് പുള്ളിക്കാരന് കിട്ടിയത്. എന്താണ്? തൻ്റെ കഴിവെല്ലാം മറ്റൊരു കുടുംബത്തിനെ നശിപ്പിക്കാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവസാനം എന്താ പറയുക, ഈ ചൂരക്കാട്ട് പട്ടതിരി ഭ്രാന്തനായി മാറുകയും ചെയ്തു. അങ്ങനെ ഭ്രാന്തനായി ചൂരക്കാട്ട് പട്ടതിരി അവിടെ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും ചെയ്തു. ശേഷം കുമാരൻ സമ്പന്നനായി. എങ്ങനെ പണക്കാരനായെന്നറിയോ? ആളുകളിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് കുമാരൻ ഉഗ്രപ്രയോഗങ്ങൾ ചെയ്തു തുടങ്ങി. നേരത്തെ ഷഡ്കർമ്മങ്ങളിൽ ശാന്തികർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന കുമാരൻ ഇപ്പോൾ സ്തംഭനവും മാരണവും ഒക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ കുമാരൻ ആളുകളിൽ നിന്ന് പൈസ മേടിച്ച് ചെയ്യുന്ന ഓരോ ഉഗ്രകർമ്മങ്ങൾക്കും പരിഹാരകർമ്മങ്ങൾ ചെയ്യുകയാണ് ആര്? പുതുമനത്തന്ത്രി. ആ പരിഹാരകർമ്മങ്ങൾ ഇങ്ങനെ ചെയ്ത് മടുത്തിട്ട് പുതുമനത്തന്ത്രി കുമാരൻ്റെ മുന്നിൽ വന്ന് കുമാരനോട് കുറച്ച് നല്ല കാര്യങ്ങൾ പറയാനായിട്ട് വന്നു. പുതുമനത്തന്ത്രി വരുന്നത് കണ്ടുടനെ തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എണീച്ച് അദ്ദേഹത്തെ ബഹുമാനിച്ചു. കുമാരൻ മാത്രം കാലും കയറ്റി വെച്ചിരുന്നു. വീണ്ടും മന്ത്രസിദ്ധി ലഭിച്ചപ്പോൾ കുമാരൻ്റെ മട്ടും ഭാവം വീണ്ടും മാറുകയാണ്. തൻ്റെ കഴിവ് ദുരുപയോഗം ചെയ്തു. രണ്ടാമതൊരു ചാൻസ് കിട്ടി. എന്നാൽ ആ ഒരു സമയത്ത് നേരത്തെ ഉണ്ടായ തെറ്റുകൾ ആവർത്തിക്കാതെ ജീവിക്കാം എന്നൊരു ചിന്തയല്ല കുമാരന് വന്നത്. കുമാരൻ ആ സമയത്ത് ഒരൊറ്റ ചിന്തയെ വന്നുള്ളൂ, മരിക്കുന്നത് വരെ എനിക്ക് പണവും പ്രതാപവും പ്രശസ്തിയും വേണം. അതിന് ഞാൻ എൻ്റെ കഴിവുകൾ, എൻ്റെ ഈ സിദ്ധി ഉപയോഗിക്കുക തന്നെ ചെയ്യും എന്ന ധാർഷ്ട്യമായി കുമാരന്. ഇറങ്ങുന്നതിന് മുൻപ് പുതുമനത്തന്ത്രി ഒരു കാര്യം മാത്രം പറഞ്ഞു, ഉപാസനാ ദേവതകളെ കൊണ്ട് സ്വന്തം ലാഭത്തിന് വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതല്ല, പറഞ്ഞുവെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിറങ്ങും. എന്നാൽ അത് ഗുരുസ്ഥാനീയനായ ഒരാൾ വന്ന് തനിക്ക് നൽകിയ അവസാനത്തെ വഴിവെളിച്ചമായിരുന്നെന്നുള്ള കാര്യം പോലും കുമാരൻ ഓർത്തില്ല. അതുപോലെ കുമാരൻ്റെ അവസാനത്തെ ഗുരുവായിട്ടുള്ള കുഞ്ഞമ്പു ഒരു കാര്യവും കൂടെ പറഞ്ഞിരുന്നു, ആ ഗ്രന്ഥക്കെട്ടുകൾ വെച്ചേക്കുന്ന തറവാട്ടിലോട്ടും തിരിച്ചു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിന് വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ട്, അത് അവസാനം മനസ്സിലാവും. അങ്ങനെ കുമാരൻ ഈ കടുത്ത ആഭിചാര പ്രയോഗങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഭയങ്കര ധനികനായി അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന സമയം കുമാരൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകളെല്ലാവരും
കുമാരൻ ചെയ്യുന്ന കർമ്മത്തിന് പരിഹാരമായിട്ടുള്ള കർമ്മങ്ങൾ പുതുമനത്തന്ത്രിയെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം കാവിലും കൊട്ടാരത്തിലേക്കും കയറി വിളക്ക് വയ്ക്കാനും കൊട്ടാരം പൊളിക്കാനുമായിട്ടൊക്കെ തീരുമാനിച്ചു. ഈ സമയം കുമാരൻ പറഞ്ഞു, ഇല്ല, കൊട്ടാരം ഞാൻ വിട്ടുകൊടുക്കത്തില്ല. എന്ത് സംഭവിച്ചാലും കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള ഉടവാളും ഗ്രന്ഥക്കെട്ടുകളും ഞാൻ എടുത്തിരിക്കും, അത് ഞാൻ ആർക്കും വിട്ടു കൊടുക്കത്തില്ല എന്നും പറഞ്ഞ് കുമാരൻ അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ടൊരുങ്ങി. ആ സമയം കുമാരൻ്റെ അവസാനത്തെ ഗുരുവായ കുഞ്ഞമ്പു കുമാരൻ്റെ മനസ്സിൽ പറഞ്ഞു, കുമാരാ, നിൻ്റെ കൊട്ടാരത്തിലേക്ക് നീ കയറരുത്. അപ്പോഴും കുമാരൻ്റെ മനസ്സിലെ ആ ഒരു തലക്കനം കാരണം കുമാരൻ ആകാശത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് നേരിടാൻ പറ്റും, ഞാനത് വിട്ടുകൊടുക്കത്തില്ല എന്ന ചിന്തയോടുകൂടി എങ്ങനെയാണോ ദുര്യോധനൻ പെരുമാറിയത്. അവസാന നിമിഷവും ദുര്യോധനൻ എല്ലാവരും പറഞ്ഞു, അശ്വത്ഥാമാവ് ലാസ്റ്റ് പറയുന്നുണ്ട്, ഇനിയെങ്കിലും നീ മതിയാക്ക്, ഇനിയെങ്കിലും നീ മതിയാക്ക്. സ്വന്തം അച്ഛൻ നഷ്ടപ്പെട്ടിട്ടാണ് അശ്വത്ഥാമാവ് അത് പറഞ്ഞത്. ഇനിയെങ്കിലും നീ മതിയാക്ക്, ഞാൻ പറഞ്ഞ് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാം, അവസാനമുള്ളവരെങ്കിലും ജീവനോടെ ഇരിക്കട്ടെ. അപ്പോഴും ദുര്യോധനൻ പറയണം, ഇല്ല, ഇത് നമ്മൾ ജയിക്കും, ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന ചിന്ത. അതേ ചിന്തയോടുകൂടി കുമാരൻ തിരിച്ച് അങ്ങോട്ടേക്ക് കയറുകയാണ്. എങ്ങോട്ടേക്ക്? തൻ്റെ കൊട്ടാരത്തിലേക്ക്. എങ്ങോട്ട് ഗുരു പോരുതെന്ന് പറഞ്ഞോ അങ്ങോട്ടേക്ക് കയറി കൊട്ടാരത്തിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കയറിയതും കുമാരൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും പേടിച്ചു പോയി. കുമാരൻ അകത്ത് കയറിയപ്പോൾ കുമാരൻ്റെ ദേഹത്ത് ഒരു കൃഷ്ണപ്പരുന്ത് വന്ന് ആക്രമിക്കാനൊരുങ്ങി. കൃഷ്ണപ്പരുന്ത് കുമാരനെ വന്ന് ആക്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ കുമാരൻ്റെ കണ്ണ് നേരെ പോയത് ഉടവാളിലും അതുപോലെ ഗ്രന്ഥക്കെട്ടുകളിലും. ഉടവാളും ഗ്രന്ഥക്കെട്ടും എടുക്കാനായിട്ട് കുമാരൻ പോയപ്പോൾ കൊട്ടാരത്തിൽ ഗ്രന്ഥത്തിനും വാളിനും കാവലായി നിന്നിരുന്ന യക്ഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു. കുടുംബയക്ഷി പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുമാരൻ കുടുംബയക്ഷിയോട് ക്ഷമ ചോദിച്ചു. എന്നിട്ട് തൻ്റെ ആരാധനാ ദേവതയായിട്ടുള്ള വാരാഹി ദേവിയുടെ ഉഗ്രഭാവത്തിലുള്ള ദേവതയെ ആവാഹിച്ചു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനു മുമ്പുള്ള എല്ലാ മന്ത്രങ്ങളും ലാലേട്ടൻ തന്നെയാണ് ചൊല്ലുന്നത്. കുമാരനായി അഭിനയിച്ചപ്പോൾ ഗരുഡ പഞ്ചാക്ഷരി മുതൽ എല്ലാ മന്ത്രങ്ങളും ലാലേട്ടൻ തന്നെയാണ് ചൊല്ലുന്നത്. പക്ഷേ വാരാഹി ദേവിയുടെ ഉഗ്രഭാവത്തിലുള്ള ദേവതയുടെ മന്ത്രം ലാലേട്ടൻ ഉരുവിടുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ആ ദേവതയുടെ മന്ത്രം ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ലാലേട്ടൻ അതിനനുസരിച്ച് ചുണ്ടനക്കുന്നതേ ഉള്ളൂ. അതും ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് പോലെ ചുണ്ടനക്കുന്നു. അതിന് പല കാരണങ്ങളുമുണ്ട്. ഈ ഒരു സിനിമയിൽ പല മന്ത്രങ്ങളും കേൾക്കും, അതെല്ലാം ഒറിജിനൽ മന്ത്രങ്ങളാണ്. അതൊന്നും എടുത്ത് ചൊല്ലാൻ നിൽക്കരുത്. കാരണം ഇതിനെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത് ചില മന്ത്രങ്ങൾ ഗുരുപദേശമില്ലാതെ ചൊല്ലിയാൽ ഭയങ്കര പ്രശ്നങ്ങളാകുമെന്നാണ്. അപ്പോൾ ഇതിൽ കേൾക്കുന്ന എല്ലാ മന്ത്രങ്ങളും ഒന്നും എടുത്ത് ചൊല്ലരുത്. അതും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയണം. അപ്പോൾ കുമാരൻ അവിടെ നിന്നുകൊണ്ട് തൻ്റെ ഉപാസനാ ദേവതയെ വിളിച്ചു. ദേവത അവിടെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ നിന്ന് ദേവത പോയി. കുമാരനിൽ നിന്ന് ആ ദേവത പോയി. കാരണം എന്താണ്? കുമാരന് ഗുരുത്വം നശിച്ചു. കുമാരൻ്റെ കുടുംബദേവത കുമാരന് നേരെ തിരിഞ്ഞപ്പോഴത്തേക്കും ഉപാസനാ ദേവത കുമാരനെ വിട്ടുപോയി. കാരണം എന്താണ്? നമ്മുടെ പെറ്റമ്മ നമ്മളെ വഴക്ക് പറയുമ്പോൾ നമ്മൾ സ്നേഹത്തോടു കൂടി നമ്മുടെ കൂടെ കൊണ്ടുവന്ന ഒരു ആൻറ്റി അതിൽ കയറി ഇടപെടുവോ? ഇല്ല. ഏകദേശം അതേ കാരണം തന്നെയാണ് കുടുംബദേവത, ഗുരുകാരണവന്മാർ, പിതൃക്കൾ എല്ലാവരും കുമാരനെതിരായി. കുമാരന് ഗുരുത്വം നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ കുമാരൻ അത്രയും കാലവും ആ കുടുംബത്തിൽ പാലിച്ചു വന്നിരുന്ന സർവ്വചിട്ടകളും നിയമങ്ങളും തെറ്റിച്ചു. ഗുരുത്വം നഷ്ടപ്പെട്ട കുമാരനെ ഉപാസനാദേവതയും കൈവിട്ടു. അങ്ങനെ കുമാരനെ കുടുംബയക്ഷി നല്ലതുപോലെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. ആ ഒരു അറയുണ്ടല്ലോ, ഗ്രന്ഥക്കെട്ടുകൾ വെച്ചിരുന്ന അറയെല്ലാം കൂടെ ആളിക്കത്താനൊരുങ്ങി. ആളിക്കത്തിയപ്പോൾ കുമാരൻ്റെ ബന്ധുക്കളെല്ലാം പുറത്തു വന്നപ്പോൾ ആരും കുമാരൻ്റെ അടുത്തോട്ട് വരാൻ ധൈര്യപ്പെട്ടില്ല. കാരണം തീയല്ലേ. പക്ഷേ കുമാരനെ മനസ്സിൽ ദൈവത്തിനെ പോലെ ഗുരുവിനെ പോലെ കണ്ടിരുന്ന കുമാരൻ്റെ അനന്തരവൻ ഗരുഡ പഞ്ചാക്ഷരി ഉരുവിട്ടുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് ഓടിക്കേറി കുമാരനെ തീയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. മരണമാസന്നമായി എന്ന് മനസ്സിലാക്കിയ കുമാരൻ അവസാനം ഗരുഡ പഞ്ചാക്ഷരി തൻ്റെ അനന്തരവന് ഉപദേശിച്ചു കൊടുത്തു. ആ തലമുറയിലെ അവസാനത്തെ മാന്ത്രികനായ ആ അനന്തരവന് ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെ മന്ത്രപ്രയോഗങ്ങളുടെയും പ്രൗഢിയുടെയും എല്ലാം കൊടുമുടി കയറിയ കുമാരൻ അഹങ്കാരം എന്നൊരൊറ്റ കാരണം കൊണ്ടും തൻ്റെ ആസക്തിയെ അടക്കാൻ കഴിയാത്തൊരൊറ്റ കാരണം കൊണ്ടും നടുതല്ലി നിലത്ത് വീഴുകയാണ്. ഭഗവത്ഗീതയിൽ കൃഷ്ണവാക്യമുണ്ട്. എന്താണ്? മനസ്സിനെയും ഇന്ദ്രിയത്തെയും ജയിച്ചവൻ എല്ലാത്തിനെയും ജയിച്ചവനാണെന്ന്. നമ്മുടെ എപ്പോഴും ഓർക്കുക, നമുക്കൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ ആ വീക്ക്നെസ് നമ്മളെ ഭയങ്കര ശക്തമായിട്ട് നമ്മളെ പ്രലോഭിപ്പിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, ആ ഒരു യുദ്ധം, ആ ഒരു പ്രലോഭനം, നമ്മുടെ മനസ്സിൽ നടക്കുന്ന ആ ഒരു യുദ്ധത്തിൽ നമ്മൾ ജയിച്ചാൽ ആ പ്രലോഭനത്തിൻ്റെ അപ്പുറമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം ഇരിക്കുന്നത്. അതുകൊണ്ട് അതിന് വശംവദനായി വീണുപോകരുത്. മനക്കട്ടി കൊണ്ട്
സമാധാനത്തോടുകൂടി സാക്ഷി മനോഭാവത്തോടുകൂടി നമ്മുടെ മനസ്സിലുണ്ടാവുന്ന പ്രലോഭനങ്ങൾ നിരീക്ഷിച്ചാൽ മാത്രം മതി. ആ പ്രലോഭനങ്ങൾക്ക് ഐഡൻറ്റിറ്റി ഇല്ലാണ്ടാകും. ഇത് ശ്രീകൃഷ്ണപരന്തെന്ന് പറഞ്ഞ ഈ സിനിമയിൽ നമുക്ക് ഉടനീളം കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. പല സ്ഥലങ്ങളിലും കേട്ടിട്ടില്ലാത്ത ഒരുപാട് ദേവതകളെക്കുറിച്ച് ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിലും, ഈ സിനിമ ഏത് നോവലിനെ ബേസ് ചെയ്താണ് ഇറക്കിയത്, ആ നോവലിൽ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അവിടെയെല്ലാം പറയുന്നത് കറക്റ്റ് മന്ത്രങ്ങളാണെന്നുമാണ്. അതുപോലെ തന്നെ അവസാനമൊക്കെ ആകുമ്പോൾ കുമാരൻ കണ്ണിൽ കൺമഷി എഴുതുന്നുണ്ട്. അതും തൻ്റെ ഉപാസനാ ദേവത മാറിയപ്പോൾ അതിനനുസരിച്ച് കുമാരനിൽ വന്ന മാറ്റങ്ങളാണ്. ഇടുന്ന കുറിയിലും മാറ്റം വരുന്നുണ്ട്, ഉടുക്കുന്ന വസ്ത്രത്തിലും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശ്രീകൃഷ്ണ പരന്തിനെക്കുറിച്ചുള്ള ചില വിശേഷങ്ങളെന്ന് പറയുന്നത്. ഈ സിനിമ നിങ്ങൾ ഉറപ്പായും പോയി കാണണം കേട്ടോ. കാരണം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഇത്ര കാര്യങ്ങളാണ് പറയാൻ പറ്റിയെങ്കിൽ ഇതിനെക്കാട്ടിയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. ചിലപ്പോൾ ഇതിനെക്കാട്ടിയും നിങ്ങൾക്ക് മനസ്സിലായെന്നിരിക്കും. കാരണം ഓരോ തവണ കാണുമ്പോഴും ആ സിനിമയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളെന്ന് പറയുന്നത്. ഇതുപോലത്തെ ഏതെങ്കിലും കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നതുവരെ